Good morning. Good morning, ma'am. Good morning, ma'am. ഇപ്പൊ നമ്മള് മോർച്ചറി സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ തുടങ്ങിയത് കഴിഞ്ഞ ക്ലാസ്സില്. അതെ. ഓക്കെ, ഇവിടെ വരെ എടുത്തേ പ്ലാനിംഗ് പാരാമീറ്റേഴ്സ് ഓഫ് മോർച്ചറി വരെ അല്ലേ എടുത്തത്? അല്ല മാം, ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസസ് തുടങ്ങിയായിരുന്നു, സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി പ്ലാനിംഗ് പാരാമീറ്റർ ഓഫ് മോർച്ചറി എടുക്കണം. ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് കംപ്ലീറ്റ് ചെയ്തു. പ്ലാനിംഗ് പാരാമീറ്റർ ഓഫ് മോർച്ചറി സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? അതെ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഫങ്ഷൻസ് ഓഫ് മോർച്ചറി എന്താണെന്ന് പറഞ്ഞു, നീഡ് ഓഫ് മോർച്ചറി പറഞ്ഞു, നീഡ് ഫോർ മോർച്ചറി ആൻഡ് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസും പറഞ്ഞു അല്ലെ? നെക്സ്റ്റ് വൺ ആണ് പ്ലാനിംഗ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി. ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സ്പേസസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്ലാനിങ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിൽ രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് ലൊക്കേഷൻ. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നാ പറഞ്ഞത്? ഒറ്റപ്പെട്ട അല്ലെ, അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത ഒരിടത്തായിരിക്കണം മോർച്ചറിയുടെ ലൊക്കേഷൻ വരേണ്ടത്. അപ്പൊ അതിൽ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കിയേ. ദ ലൊക്കേഷൻ ഷുഡ് ബി ഇൻ എ ഡ്യൂബിയസ് ഒബ്സ്ക്യൂർ പ്ലേസ്. ഡ്യൂബിയസ് ഒബ്സ്ക്യൂർ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട. ഡ്യൂബിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത ഒരു ഒറ്റപ്പെടുത്ത ഇടത്തായിരിക്കണം എന്തിന്റെ ലൊക്കേഷൻ വരേണ്ടത്? ഏതിന്റെ ലൊക്കേഷനാ? മോർച്ചറിയുടെ ലൊക്കേഷൻ വരേണ്ടത്. ഇനി സെപ്പറേറ്റ് ബിൽഡിംഗ്, ഒരു പ്രത്യേക ബിൽഡിംഗില് to where the dead bodies can be reached in a non-disturbing way. Non-disturbing way എന്താ? ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കണം, ഒരു പ്രത്യേക കെട്ടിടത്തിലായിരിക്കണം മോർച്ചറി പ്ലാൻ ചെയ്ത് നിർമ്മിക്കേണ്ടത്. ഇനി ആ ഒരു ബിൽഡിംഗിലേക്ക് ഡെഡ് ബോഡീസ് കൊണ്ടുവരുന്ന സമയത്ത് യാതൊരു വിധത്തിലുമുള്ള ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ശല്യപ്പെടുത്തലുകൾ ഉണ്ടാകാത്ത രീതിയിൽ അങ്ങനെയുള്ള ഒരു ഒറ്റപ്പെട്ട ഇടത്തായിരിക്കണം മോർച്ചറിയുടെ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ വരേണ്ടത്. There should be easy access from wards, ICU, operation theatre, emergency and pathology department. അതുപോലെ തന്നെ എന്തിനൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം? There should be easy access. എളുപ്പത്തിൽ എത്താവുന്ന തരത്തില് എവിടെ നിന്നൊക്കെയാണ്? വാർഡുകളിൽ നിന്നും, ICU-വിൽ നിന്നും, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും, എമർജൻസി ആൻഡ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരിടത്തും കൂടി ആയിരിക്കണം ഈ ഒരു മോർച്ചറിയുടെ ലൊക്കേഷൻ വരേണ്ടത്. ലൊക്കേഷൻ വരേണ്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ലൊക്കേഷൻ, മോർച്ചറി എന്ന് പറയുന്ന ആ ഒരു കെട്ടിടത്തിന്റെ ലൊക്കേഷൻ വരേണ്ടത് എപ്പോഴും ഒറ്റപ്പെട്ട അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത ഒരിടം നോക്കിയായിരിക്കണം ആ ഒരു മോർച്ചറി ലൊക്കേഷൻ വരേണ്ടത്. ഇനി ആ ഒരു മോർച്ചറി ലൊക്കേഷൻ വരുമ്പോ അതൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കണം. മോർച്ചറി എന്ന് പറയുന്നത് ഒരു പ്രത്യേക കെട്ടിടത്തിലായിരിക്കണം. അവിടേക്ക് ഡെഡ് ബോഡീസ് കൊണ്ടുവരുന്ന സമയത്ത് യാതൊരുവിധ ശല്യപ്പെടുത്തലുകളോ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ഇടത്തായിരിക്കണം ഈ മോർച്ചറിയുടെ ലൊക്കേഷൻ വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? എന്തിനൊക്കെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കണം? വാർഡുകളിൽ നിന്നും, ICU-വിൽ നിന്നും, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ആൻഡ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം മോർച്ചറിയുടെ ലൊക്കേഷൻ വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്പേസ് റിക്വയർമെന്റ്. അതായത് മോർച്ചറിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സ്പേസസ് ആണ് വേണ്ടത്, എന്തൊക്കെ ഇടമാണ് വേണ്ടത്. Okay, but okay, relates on the size and type of hospital and the workload. ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ ഹോസ്പിറ്റലിന്റെ വലിപ്പം, ഏത് തരത്തിലുള്ള ഹോസ്പിറ്റൽ ആണ്, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തോരം വർക്ക് ലോഡ് അല്ലെങ്കിൽ ജോലി ഭാരമുണ്ട് എന്നുള്ളതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ആ ഓരോ സ്പേസും വ്യത്യാസം വരാം. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇത്ര ഏരിയ ആവശ്യമായിട്ട് വരില്ലേ?
അപ്പൊ ആ ഒരു സ്പേസിന്റെ കാര്യം ഇവിടെ പറയണേ കേട്ടോ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മോർച്ചറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എത്ര സ്പേസ് വേണം അല്ലെങ്കിൽ എത്ര ഏരിയ അത് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ ഹോസ്പിറ്റലിന്റെ ടൈപ്പ്, ഹോസ്പിറ്റൽ ഏത് തരത്തിലുള്ളതാണെന്നുള്ളതനുസരിച്ച്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച്, വലിപ്പം അനുസരിച്ച്, അതുപോലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വർക്ക് ലോഡ് അല്ലെങ്കിൽ ജോലി ഭാരം വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും സ്പേസ് എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. That is committee on plan project. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണം കേട്ടോ. അത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് അല്ലെങ്കിൽ കോപ്പ് എന്ന് പറയും, COPP. ഓക്കെ, ആ ഒരു കോപ്പ് അല്ലെങ്കിൽ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് എക്സ്പാൻഡ് ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ആ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് കോപ്പ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പാൻഡ് ഫോം ഷോർട്ട് ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. Has recommended an area of 6 to 8 square feet bed as a general guideline. ഈ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഒരു പ്ലാനിംഗ് കമ്മിറ്റിയാണ്. ആ ഒരു പ്ലാനിംഗ് കമ്മിറ്റി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ഹോസ്പിറ്റലിലും പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. ആ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എത്ര ഏരിയ ഉണ്ടായിരിക്കണം. അതായത് ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ഫങ്ഷണൽ ഏരിയാസ് പഠിക്കാറുണ്ടല്ലോ. ആ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ വരുന്ന പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഏരിയകളാണ് അല്ലെ. അതിന്റെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം ഫങ്ഷൻസ് എന്താണ് പെർഫോം ചെയ്യുന്ന ഓരോരോ ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഫങ്ഷണൽ ഏരിയാസിനൊക്കെ എത്ര സ്പേസ് വേണം, അതെങ്ങനെയാണ് അവരുടെ ഈ ഒരു പ്ലാനിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ ആ ഒരു ശുപാർശ പ്രകാരമാണ് എത്ര സ്പേസ് അവരുടെ ആ ഒരു അവരുടെ നിയമം നിരീക്ഷിച്ച് അവരതിനുള്ള എന്താണ് കാര്യങ്ങളൊക്കെ പരിശോധനകൾ നടത്തി എത്ര വേണം, അവിടെ ആ ഒരു വർക്ക് ലോഡ് എങ്ങനെയാണ്, എത്രത്തോളം ലോഡ് അല്ലെങ്കിൽ ജോലിഭാരം അവിടെ എത്രത്തോളം ഉണ്ട്, അതുപോലെ എന്തൊക്കെ ഏരിയ അവർക്ക് വേണം എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ച് എത്ര സ്പേസ് അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര സ്പേസ് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്, എത്ര ഏരിയ അവർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ ഹോസ്പിറ്റലിലെ പ്ലാനിംഗ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് അല്ലെങ്കിൽ കോപ്പ് എന്ന് പറയുന്നത്. അവരുടെ കീഴിൽ അവർ ശുപാർശ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് 6 to 8 square feet per bed. മോർച്ചറിക്ക് ജനറൽ അവരുടെ ആ ഒരു ജനറൽ ആയിട്ടുള്ള നിർദ്ദേശപ്രകാരം ഈ കോപ്പ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് അതിന്റെ ആ ഒരു ശുപാർശ പ്രകാരം റെക്കമെൻഡ് ചെയ്യാന്നുള്ളത് ശുപാർശ പ്രകാരം അവര് മോർച്ചറിയില് എത്ര ഏരിയ വേണമെന്നാ പറഞ്ഞിരിക്കുന്നത് പെർ ബെഡിന് ഒരു ബെഡിന് പെർ ബെഡിന് 6 to 8 ഏരിയ വേണമെന്നാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. അതാണ് സ്പേസ് റിക്വയർമെന്റിൽ പറയുന്നത്. ലൊക്കേഷൻ ആൻഡ് സ്പേസ് റിക്വയർമെന്റ് ക്ലിയർ ആയോ? ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിബിയസ് അല്ലെങ്കിൽ എന്താ ഒറ്റപ്പെട്ട അധികം ആരുടെയും ശ്രദ്ധ ചെന്നാത്ത ഒരു ഇടത്തായിരിക്കണം മോർച്ചറിന്റെ ലൊക്കേഷൻ വരേണ്ടത്. രണ്ടാമത് പറഞ്ഞു എന്താ ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കണം. ആ ബിൽഡിംഗിലേക്ക് ഡെഡ് ബോഡീസ് എത്തുന്ന സമയത്ത് യാതൊരു തരത്തിലുമുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. മൂന്നാമത്തെ പറഞ്ഞു എന്താണ് ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ആൻഡ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റ്, വാർഡുകൾ പോലെയുള്ളവയ്ക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു ഏരിയയും കൂടി ആയിരിക്കണം. അതാണ് ലൊക്കേഷനിൽ പറഞ്ഞത്. സ്പേസ് റിക്വയർമെന്റിൽ പറഞ്ഞ എന്താ ആ സ്പേസ് ഈ ഒരു മോർച്ചറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ സ്പേസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഏത് ടൈപ്പ് ആണെന്നുള്ളത്, അതുപോലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വർക്ക് ലോഡ് അല്ലെങ്കിൽ ജോലിഭാരം വരുന്നുണ്ട് എന്നതിനനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും സ്പേസ് വ്യത്യാസപ്പെടാം അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റല് അവർക്ക് ഒരു പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട്. ആ പ്ലാനിംഗ് കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് എന്ന് പറയുന്നത്. അവരുടെ കീഴിൽ അവരുടെ നിർദ്ദേശപ്രകാരം ഈ മോർച്ചറിക്ക് എത്ര ഏരിയ വേണം എന്നാണ് പറഞ്ഞത് പെർ ബെഡിന് 6 to 8 ഏരിയ ഉണ്ടായിരിക്കണം, സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഫങ്ഷണൽ ഏരിയാസിന് മുൻപ് നമ്മുടെ ലൊക്കേഷൻ ആൻഡ് സ്പേസ് റിക്വയർമെന്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫങ്ഷണൽ ഏരിയാസ്. നമുക്കൊരു 12 ഫങ്ഷണൽ ഏരിയാസ് പഠിക്കാനുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 12 എണ്ണമൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ആ ഫങ്ഷണൽ ഏരിയാസ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിയേ, പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻട്രൻസ് കേട്ടോ. എൻട്രൻസ് എന്നാണ് കേട്ടോ പോർട്ടിക്കോയുടെ മീനിങ്. കവേർഡ് എൻട്രൻസ്, പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ അല്ലെങ്കിൽ പാർക്കിംഗ് വിത്ത് കവേർഡ് എൻട്രൻസ്. അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതിയിട്ടേക്കോ കേട്ടോ. നിങ്ങളുടേതായ ഇതിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല നിങ്ങൾക്ക് അന്നേരം വായിക്കുമ്പോൾ. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ അല്ലെങ്കിൽ എൻട്രൻസ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ.
ample parking area with a covered area of about 18 meters square for vehicles should be facilitated at the entrance to the body store in order to protect from wet weather. അത്രയും ഒരു സെന്റൻസ് ഒറ്റ സെന്റൻസ് ആയിട്ട് വായിച്ചു നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ അവിടെ എന്താ, ആംപിൾ പാർക്കിംഗ് ഏരിയ വേണം. എന്താണ്, വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വേണം. മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വേണ്ടതായിട്ടുള്ള ഏരിയകളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പറഞ്ഞത് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, അല്ലെങ്കിൽ പാർക്കിംഗ് വിത്ത് കവേർഡ് എൻട്രൻസ് എന്നുള്ള മീനിങ്. അതില് പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഒരു വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ മോർച്ചറിക്ക് വേണം. അപ്പൊ ഹോസ്പിറ്റലിൽ സാധാരണ നമുക്കൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അല്ലെ, ഒരു ജനറൽ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ബന്ധപ്പെട്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. എന്നാൽ മോർച്ചറിക്ക് മോർച്ചറിയുടേതായ ഒരു പാർക്കിംഗ് ഏരിയ, വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആവശ്യമാണ്. ആൻഡ് വിത്ത് എ കവേർഡ് ഏരിയ ഓഫ് അബൌട്ട് 18 മീറ്റർ സ്ക്വയർ, 18 മീറ്റർ സ്ക്വയർ ഏരിയ ഉൾപ്പെടുന്ന അത്രയും ഏരിയ എന്ത് ചെയ്തിരിക്കണം, കവർ ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസ് പോയിന്റ് ഉണ്ടായിരിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ് എൻട്രൻസ് പോയിന്റ്? വാഹനങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് അല്ലെ, വെഹിക്കിൾസിന് അല്ലെങ്കിൽ വാഹനങ്ങൾ സുഗമമായിട്ട് പോവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എൻട്രൻസ് ഏരിയ എന്ന് പറയുന്നത് കവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കവർ ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയാ, ബോഡി സൂക്ഷിച്ചിട്ടുള്ള റൂമിന്റെ അടുത്തേക്ക് ഈ വാഹനങ്ങൾ എത്തണമല്ലോ, എന്നാലല്ലേ നമുക്ക് ആ ഒരു ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ട് സഹായിക്കാനായിട്ട് വാഹനങ്ങളുടെ സഹായം നമുക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ ആ ഡെഡ് ബോഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു റൂം അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിന്റെ അടുത്തേക്ക് ഈ വാഹനങ്ങൾ എത്തുന്ന ആ ഒരു എൻട്രൻസ് വഴി അല്ലെങ്കിൽ ആ ഒരു എൻട്രൻസിൽ എങ്ങനെയായിരിക്കണം, കവർ ചെയ്തിരിക്കണം. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണം. എന്താണ് അതിനെ, ആ ഒരു എൻട്രൻസ് സുഗമമാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു പ്രവേശന കവാടം, ആ ഒരു ഏരിയ അവരുടെ ആ ഒരു വെഹിക്കിൾ വരുന്നത് സുഗമമാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രവേശന കവാടം എങ്ങനെയായിരിക്കണം, കവർ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് കവർ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഫ്രം വെറ്റ് വെതർ, നനഞ്ഞ കാലാവസ്ഥയിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഡെഡ് ബോഡീസ് കൊണ്ടുവരുമ്പോഴും കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നനഞ്ഞ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ എന്താ, മഴ പോലെയുള്ള അല്ലെ, അല്ലെങ്കിൽ മഴയ്ക്ക് വന്നതുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, മഴ വന്ന് നനഞ്ഞ് അതാകെ നശിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വെഹിക്കിൾസ്, വാഹനങ്ങൾ വരുന്ന ആ ഒരു എൻട്രൻസിൽ എങ്ങനെയായിരിക്കണം, ഒരു 18 മീറ്റർ സ്ക്വയർ ഏരിയ മുഴുവൻ എന്ത് ചെയ്തിരിക്കണം, കവർ ചെയ്തിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഷീറ്റോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ പോയിന്റ്? രണ്ട് പോയിന്റ്സ് ആണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്. ആംപിൾ ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ, വളരെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വേണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞത് എന്താണ്, ആ വാഹനങ്ങളിൽ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റൂമിനടുത്തേക്ക് വാഹനങ്ങൾ സുഗമമായിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ഒരു എൻട്രൻസ് ഏരിയ എന്ത് ചെയ്യണം, കവർ ചെയ്തിരിക്കാം. അത് എന്തിനു വേണ്ടിയിട്ടാണ്, വെറ്റ് വെതർ അല്ലെങ്കിൽ നനഞ്ഞ കാലാവസ്ഥയിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ രണ്ട് പോയിന്റ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് ആണ് സ്ക്രീൻ ഫ്രം അഡ്ജസന്റ് ഏരിയ we can exit to secondary road or parking area. ഇതിൽ ആദ്യത്തെ പോയിന്റ് വരുന്നത് സ്ക്രീൻ ഫ്രം അഡ്ജസന്റ് ഏരിയ. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ, വലിയൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒത്തിരി സ്ഥലം, സൗകര്യങ്ങൾ, പരിമിതികൾ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളിപ്പോ മോർച്ചറിയൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ, ഒരു ബാക്ക് സൈഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ കൊണ്ടുവന്ന് നമുക്ക് മോർച്ചറി സ്ഥാപിക്കാം. എന്നാൽ കൂടി എന്താണ്, തൊട്ടടുത്ത ഏരിയയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻ വെച്ച് എന്ത് ചെയ്യുക, അഡ്ജസന്റ് ഏരിയ, തൊട്ടടുത്ത ഏരിയകളിൽ നിന്നും പെട്ടെന്ന് നോക്കുമ്പോൾ കാണാതിരിക്കുക, അതായത് ഡെഡ് ബോഡീസ് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അഡ്ജസന്റ് ഏരിയാസിലൊക്കെ എന്തെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, സ്ക്രീൻ ചെയ്യുക അല്ലെങ്കിൽ മറയ്ക്കുക. അതാണ് സ്ക്രീൻ ഫ്രം അഡ്ജസന്റ് ഏരിയ. തൊട്ടടുത്ത ഏരിയാസിൽ അവർ അതിൽ നിന്ന് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ഒരു മറ വെച്ച് മറയ്ക്കുക. അതാണ് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത്. എക്സിറ്റ് ടു സെക്കൻഡറി റോഡ് പാർക്കിംഗ് ഏരിയ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മോർച്ചറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ നമുക്കൊരു വാഹനങ്ങൾ വരാനും പോകാനായിട്ട് ഒരു എൻട്രൻസ്, ഒരു എക്സിറ്റ് പോയിന്റും ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ മോർച്ചറിക്കും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആൻഡ് എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ആ ഒരു എൻട്രൻസ് ആൻഡ് എക്സിറ്റ് പോയിന്റ് മോർച്ചറിയിൽ നിന്ന് മോർച്ചറിയിലേക്ക് ഡെഡ് ബോഡീസ് കൊണ്ടുവരാനും കൊണ്ടുപോകാനും വേണ്ടി മാത്രമാണ്
നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ, അതായത് ആ ഒരു മോർച്ചറിയിൽ നിന്ന് വരുന്ന ആ ഒരു എൻട്രൻസ് ഏരിയയും എക്സിറ്റ് ഏരിയയും സെപ്പറേറ്റ് ഒരു റോഡിലേക്കായിരിക്കും ഓപ്പൺ ചെയ്തിരിക്കുക. ആ ഒരു ഹോസ്പിറ്റലിലെ മെയിൻ റോഡ് ഉണ്ടാവുമല്ലോ, അവർ ആ ഒരു മെയിൻ എൻട്രൻസും ആ ഒരു ഭാഗത്തുള്ള ആ ഒരു റോഡിലേക്ക് ആയിരിക്കില്ല, മറ്റേതെങ്കിലും ബാക്ക് സൈഡോ അല്ലെങ്കിൽ സൈഡിലേക്ക് ഏതെങ്കിലും ഒരു റോഡിലേക്കായിരിക്കും. അതാണ് സെക്കൻഡറി റോഡ് എന്ന് പറയുന്നത്. മെയിൻ എൻട്രൻസും കവർ ചെയ്ത് പോകുന്ന ആ റോഡല്ല, മറ്റേതെങ്കിലും സൈഡിൽ ഈ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ആ സൈഡിൽ വരുന്ന മറ്റേതെങ്കിലും സെക്കൻഡറി റോഡിലോട്ടായിരിക്കും ഈ ഒരു എൻട്രൻസ് അല്ലെങ്കിൽ എക്സിറ്റ് പോയിന്റ് കൊടുത്തിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ തന്നെ അവർക്ക് എന്താണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നില്ലെങ്കിൽ രണ്ട് ഒരു ഓപ്ഷൻ ആണുള്ളത്. ഈ മോർച്ചറിയിൽ നിന്നും വരുന്ന ഡെഡ് ബോഡീസ്, അതായത് കൊണ്ടുപോകുന്ന ഡെഡ് ബോഡീസ് ഒന്നില്ലെങ്കിൽ ആ സെക്കൻഡറി റോഡിലോട്ട് എക്സിറ്റ് ആയി പോകണം, അല്ലെന്നുണ്ടെങ്കിലോ പാർക്കിംഗ് ഏരിയയിലുള്ള വാഹനങ്ങളിലേക്കാണ് കഴിക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് ഫങ്ഷണൽ ഏരിയ പറഞ്ഞത് എന്താണെന്ന് നോക്കിയേ, പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ അല്ലെ, പാർക്കിംഗ് വിത്ത് കവേർഡ് എൻട്രൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞു? നമ്മള് ഒരു വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ വേണം. രണ്ടാമതായിട്ട് പറഞ്ഞ എന്താ, ആ മോർച്ചറിയിലെ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ റൂമിനടുത്തേക്ക് വാഹനങ്ങൾ സുഗമമായിട്ട് എത്താൻ വേണ്ടിയിട്ട് അവിടെ ആ ഒരു 18 മീറ്റർ സ്ക്വയർ ഏരിയയോളം എന്ത് ചെയ്തിരിക്കണം, ആ ഒരു എൻട്രൻസ് ഏരിയ കവർ ചെയ്തിരിക്കണം. അങ്ങനെ കവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നനഞ്ഞ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി, പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താ, തൊട്ടടുത്ത ഏരിയാസിലേക്ക് ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീൻ ചെയ്യുക, അല്ലെങ്കിൽ മറകൾ വെച്ചു കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, ആ ഒരു മോർച്ചറിയിൽ നിന്നും എക്സിറ്റ് ചെയ്യുമ്പോൾ ആ ഡെഡ് ബോഡീസ് കൊണ്ടുപോകുന്നത് ഒന്നില്ലെങ്കിൽ അത് എന്താണ്, ഈ ഒരു മോർച്ചറിക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആൻഡ് എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരിക്കണം. അതിൽ ആ ഒരു മോർച്ചറിയിൽ നിന്നും ഡെഡ് ബോഡീസ് കൊണ്ടുപോകുമ്പോൾ ആ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്കൻഡറി റോഡ്, രണ്ടാമത്തെ മറ്റൊരു റോഡ്, അതായത് മെയിൻ എൻട്രൻസിലോട്ട് വരുന്ന റോഡല്ല, മറ്റൊരു റോഡ് ആ ഒരു ഭാഗത്ത് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിലേക്കായിരിക്കണം ഓപ്പണിംഗ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സിറ്റ് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് ആയിരിക്കണം, പാർക്കിംഗ് ഏരിയയിൽ വണ്ടികൾ വാഹനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ഒരു ഏരിയയിലേക്കായിരിക്കണം ഡെഡ് ബോഡീസ് കൊണ്ടുപോകേണ്ടത് എന്നാണ് പറഞ്ഞത്. മെയിൻ എൻട്രൻസിലേക്ക് ഈ മോർച്ചറിയിൽ നിന്നും ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് കൊണ്ടുപോകാറില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് റിസപ്ഷൻ. റിസപ്ഷൻ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ മോർച്ചറിയിലും ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ട്. റിസപ്ഷൻ ഏരിയ എന്തിനു വേണ്ടിയിട്ടാണ്? ദ പ്ലേസ് വെയർ ഡെഡ് ബോഡീസ് ആർ ഒബ്സർവ്ഡ് ആൻഡ് ഡോക്യുമെന്റ്സ് എക്സാമിൻഡ്. എന്തിനു വേണ്ടിയാ ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ റിസപ്ഷൻ കൊടുത്തിരിക്കുന്നത്? വരുന്ന ഡെഡ് ബോഡീസിനെ നിരീക്ഷിക്കുക അല്ലെ, ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയയാണ് റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. റിസപ്ഷൻ ഏരിയയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ വരുന്ന ഡെഡ് ബോഡീസിനെ നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് റിസപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ആൻഡ് അപ്രോച്ചബിൾ. ഇത് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും അതുപോലെ വളരെ നല്ല രീതിയിൽ സമീപിക്കാവുന്ന ഒരിടത്തുമായിരിക്കണം ഈ ഒരു റിസപ്ഷൻ വരേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ആൻഡ് അപ്രോച്ചബിൾ. വളരെ എന്താണ്, വളരെ എളുപ്പത്തിൽ അവർക്ക് എന്താണ് റീച്ചബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ അവർക്ക് സമീപിക്കാവുന്നതുമായിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം ഈ റിസപ്ഷന്റെ സ്ഥാനം വരേണ്ടത്. റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Place where dead bodies are observed and examined. The documents examined. അങ്ങനെ ചോദിക്കാം കേട്ടോ. Dash is a place where dead bodies are observed and documents examined. ഏത് പ്ലേസ് ആണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും റിസപ്ഷൻ ആണ് അല്ലെ. മോർച്ചറിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഡെഡ് ബോഡീസിനെ നിരീക്ഷിക്കുകയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിക്കുകയും ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? റിസപ്ഷനിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ റിസപ്ഷൻ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നതും പെട്ടെന്ന് സമീപിക്കാൻ പറ്റുന്ന ഒരിടത്തുമായിരിക്കാം റിസപ്ഷന്റെ സ്ഥാനം വരേണ്ടത്. ഓക്കെ. തേർഡ് വൺ നോക്കിയേ, ട്രോളി ബേ. ട്രോളി ബേ. The proper space needed for trolley bay is 3 meters square. Trolley bay എന്ന് പറഞ്ഞാൽ ട്രോളികൾ ഉണ്ടല്ലോ, കണ്ടിട്ടില്ലേ നിങ്ങൾ? ട്രോളി നമ്മൾ ആ ഒരു ഡെഡ് ബോഡീസ് ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ട്രോളി ഉപയോഗിക്കുന്നത് അല്ലെ. The trolley is used for transportation of the dead body. അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാലോ,
ട്രോളി എന്തിനു വേണ്ടിയാണ് നമ്മുടെ മോർച്ചറിയിൽ യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് ചോദിക്കാലോ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദി ഡെഡ് ബോഡി. ഡെഡ് ബോഡിയുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ട്രോളി ഉപയോഗിക്കാറ് അല്ലെ. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് അവിടെ. പ്രോപ്പർ സ്പേസ് നീഡഡ് ഫോർ ട്രോളി ബേ. മോർച്ചറിയില് ഒരു ട്രോളി ബേ എന്ന് പറയുന്ന ഒരു ട്രോളിക്ക് അതിന് എത്ര സ്പേസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്? 3 meter square ഏരിയ അതിന് വേണ്ടിയിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. 3 meter square. അത് ചോദിക്കാറുണ്ട്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ട്രോളിയുമായി ബന്ധപ്പെട്ട് വരാം. The proper space needed for trolley bay എന്ന് പറയുന്നത് എത്രയാണ് സ്പേസ് വേണ്ടത്? 3 meter square ഏരിയ ആണ് അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. Then the trolley is used for, എന്തിനു വേണ്ടിയിട്ടാണ് ട്രോളി ഉപയോഗിക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദി ഡെഡ് ബോഡീസിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയാണ് ട്രോളി യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ റീച്ച് ഓഫ് ദ റിസപ്ഷൻ. റിസപ്ഷന്റെ പരിധിക്കുള്ളിലായിരിക്കും ഈ ട്രോളി ബേയുടെ സ്ഥാനം വരുന്നത്. കാരണം എന്താ? റിസപ്ഷനുമായി ബന്ധപ്പെട്ടല്ലേ ഓരോ ഡെഡ് ബോഡീസും വരിക. അപ്പൊ ആ ഡെഡ് ബോഡീസിനെ കൊണ്ടുപോകാനും തിരിച്ച് വാഹനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് മോർച്ചറിയിൽ നിന്ന് കൊണ്ടുപോകുന്നതായിക്കോട്ടെ, മോർച്ചറിയിലേക്ക് വരുന്നതായിക്കോട്ടെ, അതിനെ റിസപ്ഷൻ ഏരിയയിൽ നിന്നാണ് നിങ്ങൾ കടന്നു വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് റിസപ്ഷൻ ഏരിയയിൽ വരുമ്പോൾ ആ റിസപ്ഷന്റെ പരിധിയിലുള്ളിലായിരിക്കും ട്രോളി ഉണ്ടായിരിക്കുക. ആ ട്രോളിയിൽ എന്ത് ചെയ്യും? ആ റിസപ്ഷൻ വാന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ട്രോളിയിൽ ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസിനെ ഇവിടെ നിന്ന് മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ച് മോർച്ചറിയിൽ നിന്ന് അകത്തേക്ക് കൊണ്ടുവരുന്നതും ആ ഒരു റിസപ്ഷന്റെ നേതൃത്വത്തിലായിരിക്കും, അവരുടെ ആ ഒരു നിർദ്ദേശപ്രകാരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ട്രോളീസ് ആരുടെ പരിധിക്കുള്ളിലായിരിക്കും? റിസപ്ഷന്റെ പരിധിക്കുള്ളിലായിരിക്കും. ക്ലിയർ ആയോ? ആ 2 പോയിന്റ് റിസപ്ഷൻ ആൻഡ് ട്രോളി ബേ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് വെയിറ്റിംഗ് ഏരിയ. വെയിറ്റിംഗ് ഏരിയ എന്തിനു വേണ്ടിയാണ്? വെയിറ്റ് ചെയ്യാൻ അല്ലെ. വെയിറ്റിംഗ് ഏരിയ ഒരു കാത്തിരിപ്പ് സ്ഥലം അല്ലെങ്കിൽ ഒരു വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റൂം എത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്നാണ് പറഞ്ഞത്? 15 m square ഏരിയ വേണം. 15 m square ഏരിയ ആ ഒരു വെയിറ്റിംഗ് റൂമിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ സജസ്റ്റഡ് ഫോർ ദ എൻട്രി ടു വിസിറ്റേഴ്സ് ആൻഡ് റിലേറ്റീവ്സ്. അവിടെ വരുന്ന സന്ദർശകർക്കും ഈ മരണപ്പെട്ടവരുടെ റിലേറ്റീവ്സും ഒക്കെ വരുമ്പോ അവർക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അവിടെ എന്താണ് കാത്തിരിക്കാൻ വേണ്ടി ഒരു കാത്തിരിപ്പ് സ്ഥലമാണ് വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ വെയിറ്റിംഗ് ഏരിയ, ഒരു മോർച്ചറിയിൽ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. അത് എത്ര ഏരിയ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞേ? 15 meter square ഏരിയ ഉണ്ടായിരിക്കണം ആ വെയിറ്റിംഗ് റൂം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് എൻട്രി, അതായത് ആർക്കൊക്കെയാണ് അവിടെ പ്രവേശനമുള്ളത്? വിസിറ്റേഴ്സ് അല്ലെങ്കിൽ അവിടെ വരുന്ന സന്ദർശകർക്കും അതുപോലെ ആ ഡെഡ് ബോഡി മരിച്ച വ്യക്തികളുടെ ആ റിലേറ്റീവ്സിനും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് സ്ഥലമാണ് വെയിറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ വെയിറ്റിംഗ് റൂം എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റോറേജ് ചേംബർ. സ്റ്റോറേജ് ചേംബർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 2 സ്റ്റോറേജ് ചേംബർ നമുക്ക് പഠിക്കാറുണ്ട്. സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം അല്ലെ, അത് സൂക്ഷിച്ചു വെക്കുന്ന ഇടമാണ് സ്റ്റോറേജ് ചേംബർ എന്ന് പറഞ്ഞാൽ അറ അല്ലെ. ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു അറ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ 2 ടൈപ്പ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ്. സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എപ്പോഴും കോൾഡ് ചേംബേഴ്സിലാണ്. കാരണം എന്താണ്? അവിടെ കോൾഡ് ചേംബേഴ്സ് ആണ്, എന്നാൽ പോലും നമ്മൾ പഠിക്കുന്ന പേര് പോസിറ്റീവ് ടെമ്പറേച്ചർ ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചറിലാണ്. അപ്പൊ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ സ്റ്റോറേജ് ചേംബറിൽ മോർച്ചറിയിൽ 2 സ്റ്റോറേജ്, അതായത് കോൾഡ് സ്റ്റോറേജ് ആണ് കേട്ടോ. അവിടെ തണുപ്പാണ്, അവിടെ കോൾഡ് സ്റ്റോറേജ് ചേംബേഴ്സ് ആണുള്ളത്. 2 ടൈപ്പ് സ്റ്റോറേജ് ചേംബേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് പോസിറ്റീവ് ടെമ്പറേച്ചർ, സെക്കൻഡ് വൺ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ. 2 ചേംബേഴ്സ് കോൾഡ് ചേംബേഴ്സ് ആണ് സ്റ്റോറേജ് ചേംബറിൽ ഉൾപ്പെടുന്നത്. ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞേ? പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ. ആൻഡ് സെക്കൻഡ് വൺ ആണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സ്. 2 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിൽ ജസ്റ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പോയിന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ ഡിഫറൻസ് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഫസ്റ്റ് വരുന്നതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ. അതിന് പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 degrees Celsius and 4 degrees Celsius. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ആ ഒരു ഡിഗ്രി, ആ ഒരു ബോഡീസ് കെപ്റ്റ് ചെയ്യുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചറിന്റെ ആ ഒരു ടെമ്പറേച്ചർ വാല്യൂ, ആ ഒരു ഡിഫറൻസ് അന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. എത്രയാണ്? 2 degrees Celsiusനും 4 degrees Celsiusനും ഇടയിലുള്ള ടെമ്പറേച്ചർ ഇടയിലായിരിക്കും ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുക. ഏത് ടെമ്പറേച്ചർ ആണ്? പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ നമ്പേഴ്സ് കണ്ടോ? ആ 2 degrees Celsiusഉം 4ഉം 2, 4 എന്നൊക്കെ പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ? ആണോ? പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ? 2 and 4
ഏത് നമ്പറാ? പോസിറ്റീവ് ആണോ? അല്ലെ? പോസിറ്റീവ് അല്ലേ? അതാണ് അവിടെ പേര് വന്നിരിക്കുന്നത് കേട്ടോ. പോസിറ്റീവ് ടെമ്പറേച്ചർ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ 2, 4 എന്നൊക്കെ പറയുന്ന പോസിറ്റീവ് നമ്പർ ആണ് അല്ലെ? 0 മുതൽ മുകളിലേക്ക് 0, 1, 2, 3 അല്ലെ? 0 മുകളിലോട്ടുള്ള 1, 2, 3 അങ്ങനെ വരുമ്പോൾ അത് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. എന്നാൽ 0 താഴെ -1, -2, -3 ഒക്കെ വരുമ്പോൾ അത് നെഗറ്റീവ് നമ്പർ ആണ് അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു നമ്പേഴ്സിന്റെ ആ ഒരു പോസിറ്റീവ് നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന രീതിയിലാണ് അവിടെ ആ ഒരു പേര് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 ഉം 4 ഉം എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു കോൾഡ് ചേമ്പറിന്റെ പേര് വന്നിരിക്കുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോകില്ല കേട്ടോ. രണ്ടിന്റെയും ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. 2 ഉം 4 ഉം എങ്ങനെയാണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ ആയിരിക്കും. പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിന് എപ്പോഴും അവിടുത്തെ ടെമ്പറേച്ചർ വാല്യൂ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതൊന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള ടെമ്പറേച്ചറുകളിലാണ് ഡെഡ് ബോഡീസ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിൽ സൂക്ഷിക്കുന്നത്. Next, while this is usually used for keeping bodies for up to several weeks, ആഴ്ചകളോളം ഈ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പേഴ്സിൽ നമുക്ക് ഡെഡ് ബോഡീസ് എന്ത് ചെയ്യാൻ പറ്റും? കീപ്പ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റിൽ എന്താ? അവിടെ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ച് ആണ് പറഞ്ഞത് അല്ലെ? 2 ഡിഗ്രി സെൽഷ്യസ് ആണ് 4 ഡിഗ്രി സെൽഷ്യസിനുള്ളിലാണ് ഇവിടെ ഡെഡ് ബോഡീസ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. രണ്ടാമതായി പറഞ്ഞ എന്താ? ഇവിടെ ആഴ്ചകളോളം സെവറൽ വീക്സ് ആഴ്ചകളോളം നമുക്ക് ഈ ഒരു ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്തിരിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് നോക്കിയേ. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീകേ. ഇത് എന്ത് തടയുന്നില്ല എന്നാ പറഞ്ഞേ? ഡീകേ, ഡികമ്പോസിഷൻ അല്ലെ? അഴുകൽ അല്ലെ? അഴുകിപ്പോലെ ഡെഡ് ബോഡീസ് കുറച്ച് നേരം തന്നെ മണിക്കൂറുകൾ കഴിഞ്ഞാൽ തന്നെ ഡികമ്പോസിഷൻ ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ? ഡിക്കേ ആവാൻ തുടങ്ങും. അപ്പൊ ആ ഒരു കണ്ടീഷൻ, അതായത് ഡികമ്പോസിഷൻ എന്ന് പറയുന്നത്, ഡിക്കേ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനെ ഇതെന്ത് ചെയ്യുന്നില്ല? പ്രിവെന്റ് ചെയ്യുന്നില്ല, തടയുന്നില്ല. നമ്മൾ വിചാരിക്കും കോൾഡ് ചേമ്പർ അല്ലെങ്കിൽ തണുപ്പിലാണല്ലോ വെച്ചിരിക്കുന്നത്, അപ്പൊ ഡീകമ്പോസിഷൻ ഒന്നും നടക്കുന്നില്ല, അതേപോലെ തന്നെ ആ ഡെഡ് ബോഡി അവിടെ ഇരിക്കും എന്നുള്ളത് വിചാരിക്കേണ്ട. പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പേഴ്സിൽ ചെറിയ രീതിയിൽ ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡിക്കേ, ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡിക്കേ ആവുന്നതിനെ തടയുന്നില്ല, മറിച്ച് എന്താ ചെയ്യുന്നത്? ഒരു നോർമൽ ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ എത്രത്തോളം ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ടോ അത്രയും റേറ്റിൽ ഉണ്ടാവില്ല എന്ന് മാത്രം. ക്ലിയർ ആവുന്നുണ്ടോ? വിച്ച് കണ്ടിന്യൂസ് അറ്റ് എ സ്ലോവർ റേറ്റ് ദാൻ അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിലുള്ള ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡിക്കേ നടക്കുമ്പോൾ പെട്ടെന്ന് ഡീകമ്പോസിഷൻ നടക്കും അല്ലെ? പെട്ടെന്ന് ഇങ്ങനെ ഡെഡ് ബോഡീസ് ഒക്കെ വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ അധിക സമയമൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, അവരെ പുറത്തേക്ക് വെച്ചിരിക്കില്ല. അതിന് ഒത്തിരി സമയമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കോൾഡ് ചേമ്പേഴ്സ് പോലെയുള്ള അല്ലെ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അവർ അതിൽ കൊണ്ടുവന്നാണ് വെക്കുന്നത്. അതുപോലെ തന്നെ കുറെ സമയം നമ്മൾ അങ്ങനെ ഡെഡ് ബോഡീസ് മരിച്ചു കഴിഞ്ഞാൽ പുറത്ത് വെക്കാറില്ലല്ലോ, സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ എന്താണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ എടുക്കും. അപ്പൊ ഇവിടെ പോസിറ്റീവ് ടെമ്പറേച്ചറിൽ നമ്മളൊരു ടെമ്പറേച്ചർ കുറവാണ് അല്ലെ? ഇവിടെ കോൾഡ് ചേമ്പറിൽ തന്നെയാണ് നമ്മൾ അവിടെ സൂക്ഷിക്കുന്നത് എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഡീകമ്പോസിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അത് വളരെ സ്ലോ റേറ്റിലായിരിക്കും എന്ന് മാത്രം. മറ്റേ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഡീകമ്പോസിഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഡിക്ക് നടക്കുന്നില്ല എന്നുള്ളൂ. ചെറിയ രീതിയിലുള്ള ഒരു സ്ലോവർ റേറ്റിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡിക്കേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ 3 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അതിന്റെ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ്? 2 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും എന്ത് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് കുറച്ച് ആഴ്ചകളോളം നമുക്ക് ഇവിടെ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചെയ്യുന്നത് അവിടെ ഡിക്കേ ഡീകമ്പോസിഷൻ ആവുന്നത് തടയുന്നില്ല, മറിച്ച് നോർമൽ ടെമ്പറേച്ചറിലുള്ളതിന്റെ അത്രയും ലെവലിൽ ഉണ്ടാവില്ല. ഒരു ചെറിയ സ്ലോവർ റേറ്റില് അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡിക്കേ നടക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പോസിറ്റീവ് ടെമ്പറേച്ചർ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ. നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ഇത് തന്നെയാണ്, അവിടെയും ഒരു റേഞ്ച് പറയുന്നുണ്ട്. ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ
-15 degrees Celsius and minus തന്നെ കേട്ടോ -25 degrees Celsius. മൈനസ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചേർത്തേക്കാം കേട്ടോ. മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. -15 degrees Celsius ആണ് -25 degrees Celsiusനും ഇടയിലായിരിക്കും അവിടെ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. കിട്ടിയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഇവിടെ ഈ -15 ആൻഡ് -25 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? -15 ആണ്. ഒന്നുകൂടി പറയാം കേട്ടോ. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ജനറൽ ആയിട്ട് ഒന്നും കൂടി ഡിഫറൻസ് മനസ്സിലാക്കി പറയാം കേട്ടോ. അപ്പൊ -15 degrees Celsius and -25 degrees Celsius എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പർ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ ആകുമ്പോൾ എപ്പോഴും അവിടെ വരുന്ന ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വാല്യൂ എത്രയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. -15 degrees Celsius ആണ് -25 degrees Celsiusനും ഇടയിലായിരിക്കും ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. ഇതിലാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബറിൽ കീപ്പ് ചെയ്യുന്നത്. യൂഷ്വലി യൂസ്ഡ് അറ്റ് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് particularly when a body has been identified. ഇവിടെ എന്താണ് യൂഷ്വലി അത് എവിടെയാ വെക്കുന്നത്? ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ഇങ്ങനെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സിൽ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. particularly when a body has been identified. അതായത് ബോഡികൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാലതാമസമുള്ളതോ മറ്റെന്തെങ്കിലും എന്താണ് ഇപ്പൊ മറ്റെന്തെങ്കിലും പോസ്റ്റ്മോർട്ടം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് വരുവാണെങ്കിൽ അതൊക്കെ എവിഡൻസുകൾ കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് നാൾ കൂടി എന്ത് ചെയ്യേണ്ടി വരും? ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ ഡീകമ്പോസിഷൻ നടക്കാൻ പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്താ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഇങ്ങനെയാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബറിലാണ് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. അറ്റ് ദിസ് ടെമ്പറേച്ചർ ദ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഫ്രോസൺ. ഈ ഒരു നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് എങ്ങനെയായിരിക്കും? കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കും. ഫ്രോസൺ ചെയ്യാൻ എന്താ? മരവിപ്പിക്കുക അല്ലെ. കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കും ഈ ഡെഡ് ബോഡീസ് എന്ന് പറയുന്നത്. കാരണം അത്രയും നെഗറ്റീവ് ആണ് അല്ലെ, അത്രയും കോൾഡ് ചേംബറിലാണ് അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താ കംപ്ലീറ്റ്ലി ആ ഡെഡ് ബോഡീസ് എന്ത് ചെയ്യും? ഫ്രോസൺ ആയിരിക്കും, അതായത് മരവിച്ചിരിക്കുകയായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ടോട്ടലി സ്റ്റോപ്ഡ്. ഡീകമ്പോസിഷൻ അവിടെ നടക്കുമോ? ഇല്ല. കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുമുള്ള ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡീക്കെ അവിടെ നടക്കുന്നില്ല. ഡീക്കെ കംപ്ലീറ്റ്ലി എന്തായിരിക്കും? സ്റ്റോപ്ഡ് ആയിരിക്കും. ഓക്കെ. നെഗറ്റീവ് ടെമ്പറേച്ചറും പോസിറ്റീവ് ടെമ്പറേച്ചറും തമ്മിൽ നമുക്കൊന്ന് ഡിഫറൻസ് ചെയ്ത് പഠിച്ചു നോക്കാം അല്ലെ. നെഗറ്റീവ് ടെമ്പറേച്ചർ പോസിറ്റീവ് ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ ഒരു ബോഡീസ് ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് എത്രയാ? പോസിറ്റീവ് ടെമ്പറേച്ചറിൽ 2 degrees Celsiusനും 4 degrees Celsiusനും ഇടയിലായിരിക്കും. ഓക്കെ. ഇനി നെഗറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ അത് എത്ര റേഞ്ച് ആയിരിക്കും? -15 degrees Celsiusനും -25 degrees Celsiusനും ഇടയിലായിരിക്കും നെഗറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ് വരുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞ സെവറൽ വീക്സ് മാത്രമേ നമുക്ക് കുറച്ച് ആഴ്ചകളോളം നമുക്ക് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ നെഗറ്റീവ് ടെമ്പറേച്ചറിലോ ആഴ്ചകൾ മാത്രമല്ല. കാരണം ഇവിടെ എന്താണ് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ അത്രയും നെഗറ്റീവ് ആണ്, നെഗറ്റീവിൽ അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നാള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെഡ് ബോഡീസ് അതേപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ ഒത്തിരി നാള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഡെഡ് ബോഡീസ് അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതുപോലെ പോസിറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ എന്താ പറയുക? അവിടെ ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട് അല്ലെ. ചെറിയ രീതിയിലുള്ളത് ഡിക്കേ ആവുന്നത്, ഡീകമ്പോസിഷൻ ആവുന്നത് പ്രിവെന്റ് ചെയ്യുന്നില്ല. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ അത് തടയുന്നില്ല. മറിച്ച് നോർമൽ ആയിട്ടുള്ള ഒരു കേസിൽ ഇങ്ങനെയുള്ള ഡീകമ്പോസിഷൻ നടക്കുന്ന ആ ഒരു റേഞ്ച് ഉണ്ടാവില്ല. ചെറിയ രീതിയിൽ ഒരു സ്മോളർ റേഞ്ചിൽ ഈ ഒരു ഡീകമ്പോസിഷൻ അവിടെ നടക്കുന്നുണ്ട് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ. എന്നാൽ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഈ ഡെഡ് ബോഡീസ് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയധികം തണുപ്പാണ് അല്ലെ അവിടെ. അപ്പൊ കോൾഡ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? കംപ്ലീറ്റ്ലി ആ ഒരു ഡെഡ് ബോഡീസ് ഫ്രോസൺ ചെയ്തിരിക്കുകയായിരിക്കും. അത് മരവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഡീകമ്പോസിഷനും നെഗറ്റീവ് കോൾഡ് ചേംബേഴ്സിൽ ഉണ്ടാവുന്നില്ല. അവിടെ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡീക്കെ എന്താണ്? കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ആയിരിക്കും. കിട്ടിയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലായോ? പോസിറ്റീവ് ടെമ്പറേച്ചർ ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ. ഓക്കെ. മിലന് മനസ്സിലായോ? ക്ലിയർ ആയോ മിലൻ? ഓക്കെ. നെക്സ്റ്റ്
നെക്സ്റ്റ് വണ്ണാണ്. അപ്പൊ നമ്മുടെ സ്റ്റോറേജ് ചേമ്പേഴ്സ് രണ്ട് ടൈപ്പ് ആണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് വെച്ച് മനസ്സിലാക്കി ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഏത് ചേമ്പറിലാണ് രണ്ടും തമ്മിൽ ആ ഒരു ഡികമ്പോസിഷന്റെ വ്യത്യാസങ്ങൾ അത് മാത്രമേ ചോദിക്കാറുള്ളൂ കേട്ടോ. അത് രീതിയിലുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ആർക്കാണ് ഇനിയും ഡൗട്ട് ഉള്ളത്? മുഹമ്മദ്. പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും എന്താ പറയുന്നത്? ആ ഒരു പോസിറ്റീവ് ടെമ്പറേച്ചറിലാണെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്തിരിക്കുക. അവിടെ എന്താ ചെയ്യുന്നത്? കുറച്ച് ആഴ്ചകളോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ അവിടെ ആ ഒരു ഡീക്കേ നടക്കുന്നത് അല്ലെങ്കിൽ ഡികമ്പോസിഷൻ നടക്കുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചറിൽ കോൾഡ് ചേമ്പറിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും അവിടെ ഡികമ്പോസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? തടയുന്നില്ല, പൂർണ്ണമായിട്ടും അവിടെ നടക്കാതിരിക്കുന്നില്ല. മറിച്ച് എന്താണ്? ഒരു നോർമൽ ടെമ്പറേച്ചറിൽ നടക്കുന്നതിന്റെ അത്രയും റേറ്റിലുള്ള ഇല്ല എങ്കിൽ പോലും ചെറിയൊരു സ്ലോവർ റേറ്റിൽ ആ ഒരു ഡികമ്പോസിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ നെഗറ്റീവ് ടെമ്പറേച്ചറിൽ വരുമ്പോൾ ആ ഒരു റേഞ്ച് എത്രയാണ്? ടെമ്പറേച്ചർ റേഞ്ച് -50 ഡിഗ്രി സെൽഷ്യസിനും -25 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടെമ്പറേച്ചറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ആ ഡെഡ് ബോഡീസ് എങ്ങനെയായിരിക്കും? ഫ്രോസൺ ആയിരിക്കും, അല്ലെങ്കിൽ മരച്ചിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് തന്നെ അവിടെ ഡികമ്പോസിഷൻ അല്ലെങ്കിൽ ഡീക്കേ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് 6th ആണ് പോസ്റ്റ്മോർട്ടം റൂം. ഓക്കെ, പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററുകളൊക്കെ ഇല്ലേ? ഇപ്പൊ നമ്മുടെ പോസ്റ്റ്മോർട്ടം റൂം ആണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും ബോഡി എന്താ ചെയ്യുന്നത്? കീറി മുറിച്ച് പരിശോധനകൾ നടത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒന്ന് എന്താണ്? ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിലാണെങ്കിൽ മരിച്ച ഡെഡ് ബോഡി അല്ലെ, മരിച്ച ശേഷം ഡെഡ് ബോഡിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോ ലൈവായിട്ട് ജീവനോടെയുള്ള ബോഡീസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെയും അതാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റൂം ഈസ് ട്രീറ്റഡ് ടു ബി ലൈക്ക് ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഇൻ ഓൾ ടെക്നിക്കലി ഓപ്പറേഷൻ തിയേറ്ററും പോസ്റ്റ്മോർട്ടം റൂമും ഒക്കെ എന്താണ്? ഓൾമോസ്റ്റ് ടെക്നിക്കലി എങ്ങനെയാണ് ട്രീറ്റഡ് ലൈക്ക് ഒരുപോലെ തന്നെയാണ് അല്ലെ. പോസ്റ്റ്മോർട്ടം റൂമിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും നമ്മൾ ഡെഡ് ബോഡീസ് ശരീരങ്ങളെ കീറി പരിശോധിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ ജീവനുള്ള ശരീരമായിരിക്കും, പോസ്റ്റ്മോർട്ടത്തിലാണെങ്കിലോ ഡെഡ് ബോഡീസ് ആണ് അല്ലെ, മരണമടഞ്ഞ ശരീരമായിരിക്കും. അപ്പൊ അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം വരുന്നത്. രണ്ടും ഒരുപോലെയാണ്, ടെക്നിക്കലി സിമിലർ ആണെന്നാണ് പറയുന്നത്. Then the major difference between mortuary and operation theatre, that in operation theatre atmosphere എന്ന് പറഞ്ഞാൽ എന്താ? വളരെ അല്ലെങ്കിൽ കൂടുതൽ കെയർ കൊടുത്തുകൊണ്ട് is required to avert ചെയ്യാന്ന് പറയുന്നത് ഒഴിവാക്കുക. Outside infection that enters inside and in mortuary is needed to make sure that inside infection does not spread out. നമുക്കറിയാം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം റൂമും അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററും ഉണ്ട്. അത് രണ്ടും തമ്മിൽ എന്താണ്? അവിടെ രണ്ടും ഇങ്ങനെയുള്ള ബോഡീസ് എന്താണ് നമ്മുടെ ശരീരം കീറി മുറിച്ച് നമ്മൾ പരിശോധനകൾ നടത്തുന്നുണ്ട്. എന്നാൽ മോർച്ചറിയും ഓപ്പറേഷൻ തിയേറ്ററും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ എങ്ങനെയാണ്? നമ്മൾ അവിടെ ആ ഒരാളുടെ ശരീരം കീറി മുറിച്ച് നമ്മൾ ഓപ്പറേഷൻസ് സർജറി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തിനു വേണ്ടി നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്? അവർക്ക് പുറമേ നിന്നുള്ള യാതൊരുവിധ ഇൻഫെക്ഷനും ആ ഓപ്പറേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാവാൻ പാടില്ല അല്ലെ. ആ ഒരു ഓപ്പറേഷൻ റൂമിലേക്ക് പുറത്തു നിന്നുള്ള യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷനും അകത്തേക്ക് കടക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക? ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആണെങ്കിൽ സർജറി പോലുള്ള ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുമുള്ള ഇൻഫെക്ഷൻ പുറത്തു നിന്ന് ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാതിരിക്കാനാണ്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാനാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ചാണ് മോർച്ചറിയുടെ അവസ്ഥ. അല്ലെങ്കിൽ മോർച്ചറിയിലെ ഈ പോസ്റ്റ്മോർട്ടം റൂമുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? ഇവിടെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം റൂമില് നമ്മള് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ നമ്മൾ കീറിമുറിച്ച് പരിശോധനകൾ നടത്തുന്ന എന്തിനെയാണ്? ഡെഡ് ബോഡിയാണ് അല്ലെ. ഡെഡ് ബോഡി ആയതുകൊണ്ട് തന്നെ ആ മരണമടഞ്ഞ ആ ബോഡിയിൽ നിന്നും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോർച്ചറിയുടെ പോസ്റ്റ്മോർട്ടം റൂമിൽ നിന്നും ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇൻഫെക്ഷൻ പോവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? പോസ്റ്റ്മോർട്ടം റൂം ആണെങ്കിൽ അവിടെ ഡെഡ് ബോഡീസ് ആണുള്ളത്. അപ്പൊ അതിനെ പരിശോധിക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം റൂമിൽ നിന്നും പുറത്തേക്ക് ഇൻഫെക്ഷൻസ് പോവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്.
ഏതാണ് പോസ്റ്റ്മോർട്ടം റൂമിൽ. എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വരുമ്പോൾ നേരെ തിരിച്ചല്ലേ, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് പുറത്തുനിന്ന് ഇൻഫെക്ഷൻ വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് അവിടെ തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത് ട്രീറ്റർ ടു ബി ലൈക്ക് ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെ ടെക്നിക്കലി ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ റൂമിലാണെങ്കിൽ, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലാണെങ്കിൽ വളരെ കൂടുതൽ കെയർ കൊടുക്കേണ്ടത് പുറത്തുനിന്ന് ഇൻഫെക്ഷൻസ് ആ ഒരു ഓപ്പറേഷൻ റൂമിനുള്ളിലേക്ക് കയറാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടതെങ്കിൽ, മോർച്ചറിയിലെ പോസ്റ്റ്മോർട്ടം റൂമുകളിൽ നിന്നും അവിടെ ആ ഡെഡ് ബോഡീസിൽ നിന്നും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ പോസ്റ്റ്മോർട്ടം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. കിട്ടിയോ? ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് 7th വൺ. ഇനി വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞു നോക്കിയേ, 7th വൺ, ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിംഗ്. ഒരു ഓഫീസ് റൂം വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്യാനും പ്രോസസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഓഫീസ് റൂം ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം. ഫങ്ഷണൽ ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പൊ ഫങ്ഷണൽ ഏരിയയിൽ വരുന്ന 6 നമ്മൾ പറഞ്ഞു. 7th വൺ ആണ് ഒരു ഓഫീസ് റൂം വേണം. മോർച്ചറിയിൽ വരുന്ന എല്ലാ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട്, അത് പ്രോസസ് ചെയ്യാനായിട്ടും ഒരു ഓഫീസ് റൂം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞാൽ എന്താ? ഒരു ഡോക്ടേഴ്സ് റൂം ഉണ്ടായിരിക്കണം. വരുന്ന സർജൻ പോലെയുള്ള ആളുകളൊക്കെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡോക്ടേഴ്സിനും അവരുടെ ഒരു വിശ്രമ സ്ഥലം പോലെ അവർക്കൊരു ഡോക്ടേഴ്സ് റൂം വേണം. അവർക്ക് ഇരിക്കാനായിട്ടുള്ള ഒരിടമാണ് ഡോക്ടേഴ്സ് റൂം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂം വേണം. ഈ സർജറി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിന് ഒത്തിരി ഐറ്റംസ് ആവശ്യമായിട്ട് വരും അല്ലെ, എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് റൂം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് 10th വണ്ണാണ് റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റൻസ്. ഇങ്ങനെയുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ടെക്നീഷ്യൻസ് ഉണ്ടാവും, അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ഒരു സെപ്പറേറ്റ് റൂം അവർക്ക് വേണ്ടിയിട്ടും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് ചേഞ്ചിങ് റൂം. ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന സമയത്ത് അവര് മറ്റു ഡ്രസ്സുകളൊക്കെയാണ് യൂസ് ചെയ്യുക അല്ലെ. നോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കില്ലല്ലോ, അതിനനുസരിച്ചുള്ള ഗൗണും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്, അതിൽ നിന്നൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചേഞ്ചിങ് റൂം ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വരുന്നതാണ് ഒരു ടോയ്ലറ്റ് സൗകര്യവും ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വേണ്ടതാണ്. ഏതൊക്കെയാ പറഞ്ഞത്? നമ്മള് മൊത്തം 12 ഫങ്ഷണൽ ഏരിയാസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പറഞ്ഞതാണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. സെക്കൻഡ് വൺ ആണ് റിസപ്ഷൻ. തേർഡ് വൺ ആണ് ട്രോളി ബേ. 4th വൺ ആണ് വെയിറ്റിംഗ് ഏരിയ. 5th വൺ ആണ് സ്റ്റോറേജ് ചേംബർ. അതിൽ നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സിനെ കുറിച്ച് പഠിച്ചു. നെക്സ്റ്റ് 6th വൺ ആണ് പോസ്റ്റ്മോർട്ടം റൂം. 7th വൺ ഒരു ഓഫീസ് റൂം വേണം. 8th വൺ എന്താ? ഒരു ഡോക്ടേഴ്സ് റൂം വേണം. 9th വൺ സ്റ്റോറേജ് റൂം വേണം. 10th റൂം ഫോർ ടെക്നീഷ്യൻസ് ആൻഡ് അസിസ്റ്റൻസ്. ആൻഡ് 11 ചേഞ്ചിങ് റൂംസ്. ആൻഡ് 12 ഒരു ടോയ്ലറ്റ് സൗകര്യവും ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? 6th വൺ ആണ് ഒന്നുകൂടി പറയണം എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റൂമിൽ എന്താ പറഞ്ഞത്? പോസ്റ്റ്മോർട്ടം റൂമും ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള, അതൊക്കെ ഒരു സിമിലർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് ടെക്നിക്കലി അതുപോലെ തന്നെ ഇരിക്കുന്ന റൂമാണ് ഒരു പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത്. അപ്പൊ പോസ്റ്റ്മോർട്ടം റൂമും ഒരു ഓപ്പറേഷൻ തിയേറ്ററും തമ്മിൽ ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞ എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കെയർ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻസ് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് കടക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റൂമില് നേരെ തിരിച്ചാണ്. പോസ്റ്റ്മോർട്ടം റൂമിനുള്ളിലുള്ള ഇൻഫെക്ഷൻസ് പുറത്തേക്ക് സ്പ്രെഡ് ആവാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് മോർച്ചറി. മോർച്ചറിയുടെ ടൈപ്പ്, ഒരു 3 ടൈപ്പ് ഓഫ് മോർച്ചറി പഠിക്കാനുണ്ട് നമുക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ, വലിയ ഇതൊന്നുമില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങൾ, കുറച്ച് പോയിന്റ്സ് പറയുന്നുള്ളൂ. അപ്പോ ടൈപ്സ് ഓഫ് മോർച്ചറി 3 ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയൊന്നുമില്ല കേട്ടോ. അപ്പൊ 3 തമ്മിൽ ചെറിയ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏത് ടൈപ്പാണെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും.
ടൈപ്സ് ഓഫ് മോർച്ചറി 3 ടൈപ്പാണ്. ഫസ്റ്റ് വൺ ആണ് വെയിറ്റിംഗ് മോർച്ചറി, സെക്കൻഡ് വൺ ആണ് ഹോസ്പിറ്റൽ മോർച്ചറി, ആൻഡ് തേർഡ് വൺ ആണ് പ്രൈവറ്റ് മോർച്ചറി. 3 ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ പറയാം വെയിറ്റിംഗ് മോർച്ചറി. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുമ്പോൾ അറിയാലോ എന്തിനു വേണ്ടിയായിരിക്കും വെയിറ്റിംഗ് മോർച്ചറി? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. വെയിറ്റിംഗ് മോർച്ചറി എന്തിനു വേണ്ടിയായിരിക്കും? എന്തിനു വേണ്ടി വെയിറ്റിംഗ് മോർച്ചറി? ബോഡി കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്ത് വെക്കാൻ അല്ലെ. അതായത് ഇപ്പൊ ഇവിടെ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആ മോർച്ചറി ബിൽഡിംഗ് ഒരു സ്പെസിഫിക്കലി ഇത് പ്രത്യേകമായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു ബിൽഡിംഗ് ആണ്. അതായത് ഈ മരിച്ച വ്യക്തി യഥാർത്ഥത്തിൽ മരിച്ചോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റിംഗ് മോർച്ചറിയിൽ വെയിറ്റ് ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത് ഒരു പ്രത്യേക മോർച്ചറി ബിൽഡിംഗ് ആണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? മരണമടഞ്ഞ വ്യക്തി യഥാർത്ഥത്തിൽ മരിച്ചോ ഇല്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടി, യഥാർത്ഥത്തിൽ അവർ മരിച്ചു എന്ന് നമുക്കറിയാം, എന്നാൽ ഒന്നും കൂടി അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മോർച്ചറിയാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള ഇപ്പൊ കുറേയധികം പുതിയ മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ. ആള് മരിച്ചോ എന്നുള്ള മരണം സ്ഥിരീകരിക്കാനായിട്ട് ഒത്തിരി പുതിയ മോഡേൺ മെത്തേഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അതിന് മുൻപ് കാലങ്ങളില് ആളുകൾക്ക് പേടിയായിരുന്നു. അതായത് അവരുടെ ജീവനോടെ അവരെന്ത് ചെയ്യോ അടക്കം ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ ആ ഭയമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ അടുത്ത് മരണപ്പെട്ടതായിട്ടുള്ള വ്യക്തികൾ തൊട്ട് അധിക സമയമൊന്നും ആയിട്ടുണ്ടാവാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ കുറച്ച് സമയം എന്ത് ചെയ്യും? അവിടെ വെക്കും. അങ്ങനെ വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അതിന് വേണ്ടിയിട്ട് ഒരാളെ നിരീക്ഷിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. അറ്റൻഡൻസ് എന്നാണ് അവര് പറയുന്നത്. ആ അറ്റൻഡൻസ് എന്ത് ചെയ്യും? അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് അവരുടെ ജീവന്റെ തുടിപ്പ് അറിയാൻ പറ്റുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു അടയാളങ്ങൾ അവർ കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് അവർക്കുണ്ടോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കൈകാലൊക്കെ അനക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും യാതൊരു രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി, നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ അവിടെ നമ്മൾ നിരീക്ഷിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അവരുടെ നിരീക്ഷണത്തിലും ഇത്ര സമയത്തൊക്കെയാണ് വെക്കുന്നത്. കുറച്ച് സമയം അവിടെ ഇങ്ങനെ വെക്കും. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ ഇത് കൺഫേം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഡെഡ് ബോഡീസ് കുറെ സമയം പുറത്ത് വെച്ചതിനാല് അവിടെ എന്താണ് ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്മെല്ല് പോലെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടുകൊള്ളുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഈ ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഡീകമ്പോസിഷൻ നമ്മളവിടെ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മരണം ഈ വ്യക്തിയുടെ കൺഫേം ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയെന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് നമുക്ക് വെയിറ്റിംഗ് മോർച്ചറി എന്താന്ന് നോക്കിയേ, ജനറൽ ആയിട്ടുള്ള കാര്യം ഒന്ന് പറഞ്ഞു തന്നിട്ടാണ് പറഞ്ഞത്. So first one ആണ് വെയിറ്റിംഗ് മോർച്ചറി. A waiting mortuary is a mortuary building planned specifically for the purpose affirming that deceased persons are truly dead. എന്താണ് ഒരു വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്? is a mortuary building. ഇതൊരു മോർച്ചറി ബിൽഡിംഗ് ആണ്. planned specifically for the purpose affirming that deceased persons are truly dead. എന്താണ് ഡിസീസ് എന്ന് പറഞ്ഞാൽ? മരണമടഞ്ഞ വ്യക്തികൾ അല്ലെ. ഡിസീസ്ഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ മരണമടഞ്ഞ വ്യക്തികൾ. അഫേമിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക കേട്ടോ. സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക എന്നുള്ള മീനിങ് ആണ് അഫേമിങ്. ഓക്കെ. ഡിസീസ്ഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ മരണമടഞ്ഞ വ്യക്തികള്. അപ്പൊ ആ ഒരു മരണമടഞ്ഞ വ്യക്തികള് യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു സ്പെസിഫിക്കലി ഒരു പ്രത്യേക പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. വെയിറ്റിംഗ് മോർച്ചറി is a mortuary building planned specifically for the purpose affirming that deceased persons are truly dead. മരണമടഞ്ഞ വ്യക്തികള് യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്ലാൻ ചെയ്ത ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി. Okay. Second point നോക്കിയേ, before the emergence of modern methods of verifying death. അതായത് മരണമടഞ്ഞു അല്ലെങ്കിൽ മരിച്ചു എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മോഡേൺ മെത്തേഡ്സ് വരുന്നതിന് മുൻപ് people feared that they would be buried alive. Buried എന്ന് പറയുന്നത് അടക്കം ചെയ്യുക അല്ലെ. അപ്പൊ ആളുകൾക്ക് ഭയമായിരുന്നു. എന്തിനാ ഭയം? എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ ജീവനോടെ അടക്കം ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു.
To lessen such fears, ഇങ്ങനെയുള്ള ഭയങ്ങളെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് the lately deceased, ഈയിടെ മരണമടഞ്ഞ, വളരെ അടുത്ത് തന്നെ അല്ലെങ്കിൽ അധികം സമയം ആവാത്ത മരണമടഞ്ഞിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നു? വേറെ ഹൗസ് ഫോർ എ ടൈം ഇൻ വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. വേറെ അറ്റൻഡൻസ് വുഡ് വാച്ച് ഫോർ സൈൻസ് ഓഫ് ലൈഫ്, അറ്റൻഡൻസ് എന്ത് ചെയ്യും? ആ വ്യക്തികൾ അവരുടെ അസിസ്റ്റൻസ് ആണ് കേട്ടോ. അവര് അറ്റൻഡൻസ് എന്ത് ചെയ്യുന്നു? അവര് വാച്ച് ഫോർ ദ സൈൻസ് ഓഫ് ലൈഫ്, അവരുടെ ആ ഒരു ജീവന്റെ തുടിപ്പ്, അവർക്ക് എന്തെങ്കിലും ജീവന്റെ അടയാളങ്ങൾ അവർ കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വാച്ച് ചെയ്യാനായിട്ട് അറ്റൻഡൻസിനെ ഏർപ്പെടുത്തുന്നു. കോപ്സസ് എന്ന് പറയുന്നത് എന്താ? കോപ്സസ് മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം കേട്ടോ. കോപ്സസ് എന്ന് പറയുന്ന മീനിങ് ആണ് മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം. would be allowed to decompose partially prior to burial. ഇനി ഇവിടെ വെയിറ്റിംഗ് മോർച്ചയില് രണ്ടാമതായിട്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ ആ ഒരു ജീവന്റെ തുടിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അറ്റൻഡൻസിനെ നിരീക്ഷിക്കാനായിട്ട് വെക്കും അല്ലെ? അതൊന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ചെയ്യുന്നത് ആ ബുരിയൽ എന്നാണ് കേട്ടോ. അവിടെ ബേഴ്സ് എന്നാണ് കിടക്കുന്നത്. prior to burial, BURIAL കേട്ടോ, burial. അപ്പോ ഇവിടെ പാർഷ്യലി ബ്യൂറിയലിന് വേണ്ടിയിട്ട് വെക്കും എന്നാണ് പറഞ്ഞത്. രണ്ടാമതായിട്ടുള്ള കാര്യം പറയുന്നത് അടക്കം ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഡികമ്പോസിഷനെ അലോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ അനുവദിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ഡികമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും അല്ലെ? ഈ ഒരു ആള് യഥാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മരിച്ചിട്ട് കുറച്ച് മണിക്കൂറുകളായി എന്ന് നമുക്ക് ഒന്നുകൂടി സ്ഥിരീകരിക്കാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഡികമ്പോസിഷൻ ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങും. അപ്പൊ ആ സമയം വരെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് മോർച്ചറിയിൽ വയ്ക്കുന്നുണ്ട്. അപ്പൊ അത് എല്ലാത്തിന്റെ കേസിലല്ലാണ്ട് പറയുന്നത്. ഇങ്ങനെയുള്ള ഉറപ്പ് വരുത്തേണ്ടതായിട്ടുള്ള കേസുകൾ ഉണ്ടെങ്കിൽ വെയിറ്റിംഗ് മോർച്ചറിയിലാണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത് ഒരു പ്രത്യേകം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മോർച്ചറി ബിൽഡിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മരണമടഞ്ഞ വ്യക്തികള് യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം മോർച്ചറി ബിൽഡിംഗ് ആണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ്സ് ഓഫ് വെരിഫൈങ് ഡെത്ത്, മരണമടഞ്ഞു എന്ന് ഉറപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന മോഡേൺ മെത്തേഡ്സ് ഉണ്ടാവുന്നതിന് മുൻപ്, മോഡേൺ മെത്തേഡ്സ് വരുന്നതിന് മുൻപ് ആളുകൾക്ക് എന്തായിരുന്നു പേടി? അവരെ ജീവനോടെ അടക്കം ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഭയത്തെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈയിടെ തൊട്ടടുത്ത് മരണമടഞ്ഞ വ്യക്തികൾ എന്ത് ചെയ്യും? കുറച്ച് സമയം നമ്മൾ ആ ഒരു വെയിറ്റിംഗ് മോർച്ചറിയിൽ എന്ത് ചെയ്യും? സൂക്ഷിക്കും. അങ്ങനെ വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന സമയത്ത് അറ്റൻഡൻസിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അവർക്ക് എന്തെങ്കിലും ജീവന്റെ തുടിപ്പ് മരണമടഞ്ഞ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റൻഡൻസിനെ ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ ആ മരണമടഞ്ഞ ആ ഒരു ശവശരീരം അല്ലെങ്കിൽ മൃതദേഹം കുറച്ച് ഡികമ്പോസിഷൻ നടത്താനായിട്ട് അനുവദിക്കുകയും ചെയ്യും. അപ്പൊ അത് അടക്കം ചെയ്യുന്നതിന് മുൻപ് തന്നെ ചെറിയ രീതിയിലുള്ള ഡികമ്പോസിഷൻ ഈ ഒരു വെയിറ്റിംഗ് മോർച്ചറിയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നും ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വ്യക്തി യഥാർത്ഥത്തിൽ മരണമടഞ്ഞു അല്ലെങ്കിൽ മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. കിട്ടിയോ വെയിറ്റിംഗ് മോർച്ചറി? ക്ലിയർ ആയോ? ആ പോയിന്റ് ഒന്നുകൂടി പറയണം. To lessen such fears എന്ന് പറഞ്ഞാൽ ആ ഭയം നമ്മൾ ഓൾറെഡി ഇതിന് മുൻപ് പറഞ്ഞില്ലേ, അവർക്ക് ഭയമായിരിക്കും എന്നുള്ളത്. അപ്പൊ ആ ഒരു ഭയത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പേടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈയിടെ മരണമടഞ്ഞത് തൊട്ടടുത്ത് മരണമടഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ ആ ഒരു കുറച്ച് സമയമായിട്ടുള്ളൂ ഇപ്പൊ അവർ മരിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വെയിറ്റിംഗ് മോർച്ചറിയിൽ കുറച്ച് സമയം എന്ത് ചെയ്യും? സൂക്ഷിക്കും. അങ്ങനെ വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ആ ഡെഡ് ബോഡിയെ നിരീക്ഷിക്കാനുള്ള ഒരു വ്യക്തിയെ നിയമിച്ചിട്ടുണ്ടാവും. അതാണ് അറ്റൻഡൻസ്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഡെഡ് ബോഡി ഇപ്പൊ മരണം അടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവരുടെ ശരീരത്തിൽ കുറച്ച് സമയം അവർ കുറച്ച് മണിക്കൂറുകൾ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള അടയാളങ്ങൾ അവർ കാണിക്കില്ലേ? ഒന്നില്ലെങ്കിൽ കൈയനക്കുകയോ കാലനക്കുകയോ അല്ലെങ്കിൽ കണ്ണു തുറക്കാൻ ശ്രമിക്കുകയോ എന്തെങ്കിലുമുള്ള രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള അനക്കമൊക്കെ അവരുടെ ബോഡിയിൽ കാണുമല്ലോ. ജീവനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അത് അങ്ങനെയല്ല എന്തെങ്കിലും ജീവന്റെ തുടിപ്പുകളോ അല്ലെങ്കിൽ ജീവന്റെ അടയാളങ്ങളോ അവര് കാണിക്കുന്നുണ്ടോ, ആ ഡെഡ് ബോഡി കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. വേണ്ടേ? അങ്ങനെ കാണിക്കുന്നില്ല എന്നെങ്കിലും നമുക്കറിയാം ഒരു യഥാർത്ഥത്തിൽ അവർ മരണപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് അറിയാം. എന്നാൽ കൂടി ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അറ്റൻഡൻസിനെ ഏർപ്പെടുത്തും. അതുപോലെ തന്നെ അവിടെ ആ ഒരു ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത് കുറച്ച് സമയം കീപ്പ്
കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താ ചെറിയ രീതിയിലുള്ള പാർഷ്യൽ ഡീകമ്പോസിഷൻ നടത്താനായിട്ട് അലോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അനുവദിക്കുന്നുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവര് പൂർണ്ണമായിട്ടും ശരിയായ രീതിയിൽ തന്നെ മരണം അടഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടിനും ഒരു ഇടയിൽ അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ആണ് ഹോസ്പിറ്റൽ മോർച്ചറി. ഹോസ്പിറ്റൽ മോർച്ചറി സെക്കൻഡ് ടൈപ്പ് ഓഫ് മോർച്ചറി ആണ് hospital mortuary. A hospital mortuary is situated within a hospital, a care center, a hospice or a retirement home. Hospital mortuary എന്ന് പറയുന്നത് എന്തിനുമായി ബന്ധപ്പെട്ടതാണ്? ഒരു ഹോസ്പിറ്റലുമായി, അതുപോലെ ഒരു കെയർ സെന്റർ. കെയർ സെന്റർ എന്താണ്? ഒരു കെയർ സെന്റർ ആണ് അല്ലെ, നമുക്ക് ആളുകൾക്ക് പരിചരണം കൊടുക്കുന്ന ഒത്തിരി കെയർ സെന്ററുകളിലെ ഹോസ്പൈസ്, പുനരധിവാസ കേന്ദ്രങ്ങള്, അതുപോലെ ഏതെങ്കിലും റിട്ടയർ ഹോമുകളായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടാലും കെയർ സെന്റർ അല്ലെങ്കിൽ ഹോസ്പൈസ് അല്ലെങ്കിൽ മറ്റു റിട്ടയർമെന്റ് ഹോമുകളിലൊക്കെ വെച്ച് മരണപ്പെട്ട വ്യക്തികളെ നമ്മൾ കൊണ്ടുവരുന്നത് ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്കാണ്. കിട്ടുന്നുണ്ടോ? ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് എന്തിനോടൊക്കെ അടുത്ത് സ്ഥാപിച്ചിരിക്കുന്നതായിരിക്കും, എന്തിനോടൊക്കെ അടുത്തിരിക്കുന്നതായിരിക്കും? ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു കെയർ സെന്ററുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ഹോസ്പൈസ് എന്ന പുനരധിവാസ കേന്ദ്രങ്ങൾ അല്ലെ, അതുപോലെ റിട്ടയർമെന്റ് ഹോമുകളുമായി ബന്ധപ്പെട്ടൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എംപ്ലോയ്സ് സാലറീഡ് പേഴ്സണൽ കോൾഡ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജൻസ് ഓർ മോർട്ടീഷ്യൻസ്. ഇവിടെ വർക്ക് ചെയ്യുന്ന, അതായത് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അവിടെ ജോലി ചെയ്യുന്ന, അതായത് എംപ്ലോയീസ്, സാലറീഡ് പേഴ്സണൽ, അവിടെ ജോലി ചെയ്യുന്ന സാലറീഡ് ആയിട്ടുള്ള പേഴ്സണൽസ് അല്ലെങ്കിൽ ജോലിക്കാരെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജൻസ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ്. കിട്ടുന്നുണ്ടോ? സെക്കൻഡ് പോയിന്റ്, ഇറ്റ് എംപ്ലോയ്സ് സാലറീഡ് പേഴ്സണൽ, ഇവിടെ ജോലി ചെയ്യുന്ന, അവിടെ ജോലി ചെയ്യുന്ന സാലറിയോട് കൂടി ജോലി ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജൻസ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ്. അപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറിയിലെ സാലറീഡ് ആയിട്ടുള്ള പേഴ്സണൽസിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിക്കാം. എന്താണ്? രണ്ട് പേരുകളിലാണ് അവർ അറിയപ്പെടുന്നത്. ഒന്ന് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജൻസ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് മോർട്ടീഷ്യൻസ്. Okay, then hospital mortuaries are part of hospital service. ഹോസ്പിറ്റലിന്റെ ഒരു സേവനത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് ഒരു ഹോസ്പിറ്റൽ മോർച്ചറി സേവനം എന്ന് പറയുന്നത് അല്ലെ. ഹോസ്പിറ്റൽ സർവീസിനുള്ളിൽ വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറീസ് എന്ന് പറയുന്നത്. A hospital mortuary may be delegated as an autopsy site for forensic purposes. അല്ലെ, ഫോറൻസിക് ആയിട്ടുള്ള പർപ്പസുകൾ, അതായത് ഓട്ടോപ്സി, പോസ്റ്റ്മോർട്ടം പോലെയുള്ള ഫോറൻസിക് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ പറയുന്ന ചുമതലപ്പെടുത്തിയിട്ടുള്ളവയാണ് ഒരു ഹോസ്പിറ്റൽ മോർച്ചറി. ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി ഡെലിഗേറ്റഡ്, ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസസ്. ഫോറൻസിക് പർപ്പസസിന് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളവരാണ് ഒരു ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് എന്തിനോടൊക്കെ അടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഒരു ഹോസ്പിറ്റലുമായിട്ട്, ഒരു കെയർ സെന്റർ, ഒരു ഹോസ്പൈസ് അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് ഹോം, ഇതുമായിട്ടൊക്കെ അടുത്ത് സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ മോർച്ചറിയിലെ സാലറീഡ് ആയിട്ടുള്ള പേഴ്സണൽ ജീവനക്കാരെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജൻസ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു സർവീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സേവനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഹോസ്പിറ്റൽ മോർച്ചറിയുടെ പ്രധാന ചുമതല എന്താണ്? ഫോറൻസിക് പർപ്പസസിന് വേണ്ടിയിട്ടുള്ള ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ചുമതല ഹോസ്പിറ്റൽ മോർച്ചറിക്കായിരിക്കും. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഒരു ഭാഗം നോക്കിയേ. ഇൻ റൂറൽ ഏരിയാസ്, റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമപ്രദേശങ്ങൾ അല്ലെ. റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളില് where there are no burial facilities nearby, അവർ തൊട്ടടുത്ത്, അതായത് ഗ്രാമപ്രദേശങ്ങൾ അല്ലെങ്കിൽ വില്ലേജുകൾ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളില് അവർക്ക് തൊട്ടടുത്ത് അവർക്ക് ഇങ്ങനെയുള്ള ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് അടക്കം ചെയ്യാനുള്ള സൗകര്യം അവരുടെ തൊട്ട് നിയർബൈ ഏരിയാസിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ഏരിയാസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ a hospital mortuary may receive the body of an individual who died outside its own vicinity for a fee.
ആ ഒരു ഹോസ്പിറ്റൽ മോർച്ചറി എന്റെ തൊട്ടടുത്ത് ഹോസ്പിറ്റൽ മോർച്ചറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ മോർച്ചറിയുടെ തൊട്ട് അവരുടെ ആ ഒരു വിസിനിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ നിയർ ബൈ ആയിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയുടെ തൊട്ട് നിയർ ബൈ ആയിട്ടുള്ള ഏരിയ ആണ് ഈ റൂറൽ ഏരിയ വരുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും? ആ ഹോസ്പിറ്റൽ മോർച്ചറിക്കാര് ആ ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്യും? റിസീവ് ചെയ്യുന്നത്, സ്വീകരിക്കും. ഇതെങ്ങനെയാണ്? ചെറിയ ഒരു ഫീസോട് കൂടിയിട്ടാണ് അവർ അവിടെ സൂക്ഷിച്ചു വെക്കുന്നത് അങ്ങനെയുള്ള ഡെഡ് ബോഡീസിനെ. അതായത് അവർക്ക് ആ ഒരു ബ്യൂറിയൽ അല്ലെങ്കിൽ അവർക്ക് അടക്കം ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കിട്ടുന്ന സമയം വരെ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മോർച്ചറിയിൽ അവർക്ക് ആ ഒരു ഡെഡ് ബോഡി സൂക്ഷിക്കാവുന്നതാണ്. അതാണ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ആ ഒരു പോയിന്റ് പറയുന്നത് കേട്ടോ. ഇൻ റൂറൽ ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളില് ആരെങ്കിലും അവരുടെ ആ ഒരു പ്രദേശത്ത് ആരെങ്കിലും മരണമടഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തൊട്ടടുത്ത് അവർക്ക് ഇങ്ങനെയുള്ള അവര് അടക്കം ചെയ്യണമല്ലോ, മരിച്ച ആളടക്കം ചെയ്യണ്ടേ. അപ്പൊ അടക്കം ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും തൊട്ടടുത്ത ഏരിയാസിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു അടക്കം ചെയ്യാനുള്ള ഒരു സംവിധാനം കിട്ടുന്നത് വരെ അവർക്ക് ചെറിയൊരു ഫീസ് കൊടുത്തുകൊണ്ട് അവരുടെ തൊട്ടടുത്തുള്ള ഇങ്ങനെ ഹോസ്പിറ്റൽ മോർച്ചറീസ് ഉണ്ടെങ്കിൽ അവിടെ ആ ഡെഡ് ബോഡീസിനെ സ്വീകരിച്ച് അവരെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു ഹോസ്പിറ്റൽ മോർച്ചറി ഇവിടെ ബന്ധപ്പെട്ട് അവരുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ മോർച്ചറി ആദ്യം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഹോസ്പിറ്റൽ മോർച്ചറിയുടെ ആ ഒരു നിയർ ബൈ ഏരിയയിൽ വരുന്ന ഇങ്ങനെയുള്ള ആളുകളാണെങ്കിലാണ് ആ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അവർക്ക് സൂക്ഷിച്ച് സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പൊ അവിടെ ഒരു ചെറിയ ഫീസ് അവർ അതിന് ഈടാക്കുന്നുണ്ട്. എന്നാൽ കൂടി അവർക്ക് ആ ഒരു സൗകര്യം അത് അടക്കം ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കിട്ടുന്നത് വരെ അവർക്ക് ആ ഒരു ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അത് സൂക്ഷിക്കാൻ പറ്റും. ക്ലിയർ ആയോ? റൂറൽ ഏരിയാസിന്റെ കാര്യമാണ് പറയുന്നത്. ഗ്രാമപ്രദേശങ്ങളിലാകുമ്പോൾ ഒരു തൊട്ടടുത്ത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ചെറിയ ഫീസ് കൊടുത്തുകൊണ്ട് ആ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ അവർക്ക് ആ ഒരു ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കാം, ആ ഫെസിലിറ്റി കിട്ടുന്ന സമയം വരെ. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറി കംപ്ലീറ്റ് ആയത് ക്ലിയർ ആയോ? എല്ലാം വെയിറ്റിംഗ് മോർച്ചറിയും ഹോസ്പിറ്റൽ മോർച്ചറിയും രണ്ടും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. തേർഡ് വൺ ആണ്, മൂന്നാമത്തെ ഉണ്ട്, ഇതും കൂടി ഉള്ളൂ നമുക്ക് ടൈപ്സ് ഓഫ് മോർച്ചറിയിൽ പഠിക്കാനായിട്ട്. തേർഡ് വൺ ആണ് പ്രൈവറ്റ് മോർച്ചറി. പ്രൈവറ്റ് മോർച്ചറി നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുമ്പോൾ എന്താ? ഇതൊരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ് അല്ലെ. പ്രൈവറ്റ് മോർച്ചറി ഇസ് എ പ്രൈവറ്റ് സ്ട്രക്ചർ, ഒരു പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. ടു റിസീവ് റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ ബ്യൂറിയൽ ഓർ ക്രിമേഷൻ. ഇവിടെ എന്താണ്? അടക്കം ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ ശവസംസ്കാരം നടത്തുന്നതിന് മുൻപോ ഒക്കെ വെയിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു മോർച്ചറിയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൂടുതലായിട്ടും ഇറ്റ് ഇസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. വീടുകളിലൊക്കെ മരണപ്പെട്ട ആളുകൾ, അതായത് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക്, അതായത് അസ്വാഭാവികമായിട്ടുള്ള വീടുകളിൽ സ്വാഭാവികമായിട്ട് മരണപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ അവരെയാണ് കൂടുതലും ഇവിടെ ഉപയോഗിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രൈവറ്റ് മോർച്ചറി കൂടുതലും ഉപയോഗിക്കുന്നത്. ഈ പ്രൈവറ്റ് മോർച്ചറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ വിദേശത്തുള്ള റിലേറ്റീവ്സ് ഒക്കെ വിദേശത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അവര് മരണപ്പെട്ടാലും ആ വിദേശത്തുള്ള ആളുകൾ വരാനായിട്ട് കുറച്ച് ദിവസം കാലതാമസം എടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റാത്ത കേസുകളാണെങ്കിൽ നമുക്ക് ഇത് അത് കുറെ ദിവസം നമുക്ക് ഇത് ഈ ഒരു ഡെഡ് ബോഡിയെ വീട്ടിൽ സൂക്ഷിക്കാനായിട്ട് നമുക്ക് അവൈലബിൾ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൈവറ്റ് മോർച്ചറിയുടെ സംവിധാനം അല്ലെങ്കിൽ ആ ഒരു സഹായമാണ് അന്നേരം ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഒത്തിരി ദിവസം ഇപ്പൊ 3-4-5 ദിവസമൊക്കെ എടുക്കും അവരുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ആ ഒരു ഡെഡ് ബോഡി ഒന്നോ ഇപ്പൊ മാക്സിമം തലേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം 2 ദിവസമൊക്കെ നമുക്ക് മാക്സിമം വീടുകളിൽ ഫ്രീസറിൽ വെക്കാം. പക്ഷെ അതേസമയം നമുക്ക് ഒത്തിരി ദിവസം കുറച്ച് ദിവസം കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സേവനമാണ് പ്രൈവറ്റ് മോർച്ചറി. അപ്പൊ പ്രൈവറ്റ് മോർച്ചറി ആ പേരിൽ നിന്ന് തന്നെ പഠിച്ചാൽ മതി. ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്. അവിടെ എന്താ ചെയ്യുന്നത്? അടക്കം ചെയ്യുക അല്ലെങ്കിൽ ശവസംസ്കാരത്തിനൊക്കെ മുൻപ് ഈ ഡെഡ് ബോഡീസിനെ സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും വീടുകളിലെ സ്വാഭാവികമായി മരണപ്പെട്ടവർക്കാണ് കൂടുതലായിട്ടും ഈ പ്രൈവറ്റ് മോർച്ചറിയുടെ സഹായം ലഭ്യമാകുന്നത്. പിന്നെ റിസ്ക് കാര്യങ്ങളുള്ള കാര്യങ്ങളൊന്നും ഇവർ ഏറ്റെടുക്കില്ല കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, അല്ലാതെ ഹോസ്പിറ്റൽ മോർച്ചറി. ഹോസ്പിറ്റൽ മോർച്ചറി പോലെയുള്ള പ്രൈവറ്റ് മോർച്ചറിയിൽ may not receive the dead bodies of individuals who died of certain infectious diseases. എന്താണ്? ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ മോർച്ചറി പോലെ അല്ല ഈ ഒരു പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഈ പ്രൈവറ്റ് മോർച്ചറിയില് ഡെഡ് ബോഡീസ്, മരിച്ച ആളുകള് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ട് മരിച്ചതാണെന്നുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻസ് ഡിസീസസോട് കൂടി അത് വന്നത് വഴി മരണപ്പെട്ടതാണെങ്കിൽ അവരെ ഈ പ്രൈവറ്റ് മോർച്ചറിയിൽ എന്ത് ചെയ്യില്ല? സ്വീകരിക്കില്ല. ഹോസ്പിറ്റൽ മോർച്ചറിയിൽ എല്ലാ ടൈപ്പും സ്വീകരിക്കും അല്ലെ, എല്ലാവരെയും സ്വീകരിക്കുമെങ്കിലും പ്രൈവറ്റ് മോർച്ചറിയിൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ
സ്വീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷസ് ആയിട്ട് എന്തെങ്കിലും രോഗം ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഡിസീസ് വന്ന് മരണപ്പെട്ട വ്യക്തികളാണ് ഉള്ളതെങ്കിൽ അവരുടെ ഡെഡ് ബോഡീസ് ഒന്നും ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സ്വീകരിക്കുന്ന പോലെ പ്രൈവറ്റ് മോർച്ചറിക്കാരൻ സ്വീകരിക്കില്ല. Okay, then second next വരുന്നതാണ് all private mortuaries are run by funeral homes. Funeral homes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ funeral homes എന്താണെന്ന് ജസ്റ്റ് ചെയ്ത് വെച്ചേട്ടോ. Funeral homes, a funeral home or funeral parlor, ജസ്റ്റ് അത് എന്താണെന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ക്ലിയർ ആവും. ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. A funeral home or funeral parlor, a funeral homes or funeral parlor. അതിന് മുൻപ് ചോദിക്കുന്നത് നെക്സ്റ്റ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് വേണം. അത് കണ്ടിന്യൂ ചെയ്ത് എടുക്കട്ടെ? ബ്രേക്ക് വേണമെന്നാണോ അതോ വേണ്ടെന്നാണോ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? മെസ്സേജ് അയച്ചതേ വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഫ്യൂണറൽ ഹോം എന്താണ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്താണെന്ന് ജസ്റ്റ് എഴുതി വെച്ചോട്ടോ. ജസ്റ്റ് ഒരു 1 സെന്റൻസ് ഉള്ളൂ. എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് പിന്നെ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ പാർലർ is a business. Funeral home or funeral parlor is a business that provides. Funeral home or funeral parlor is a business that provides burial, B-U-R-I-A-L, burial and funeral services for the dead and their families. Funeral services for the dead and their families. A funeral home or funeral parlor is a business that provides burial and funeral services for the dead and their families. കിട്ടിയോ? ക്ലിയർ ആയോ? ഫ്യൂണറൽ ഹോമും ഫ്യൂണറൽ പാർലറിന്റെ പോയിന്റ്സ് കിട്ടിയോ? ഓക്കെ, ഫ്യൂണറൽ പാർലർ അല്ലെങ്കിൽ ഫ്യൂണറൽ ഹോം എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ബിസിനസ് ആണ്. അതായത് ആ മരിച്ചു പോയ ഡെഡ് ബോഡീസും അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു സേവനമാണ്. അപ്പൊ അത് ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു സേവനമാണ് കേട്ടോ. അപ്പൊ അതില് ഈ ഒരു ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത് എന്താ? ബിസിനസ് ദാറ്റ് പ്രൊവൈഡ്സ് burial and funeral services, അല്ലെ? അതായത് അടക്കം ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ ശവസംസ്കാര മരണാനന്തര ചടങ്ങുകളൊക്കെ അതിനൊക്കെ സേവനം നൽകുന്ന ഒരു ബിസിനസ് ആയിട്ടാണ് ഇത് ഫ്യൂണറൽ പാർലർ അല്ലെങ്കിൽ ഫ്യൂണറൽ ഹോം എന്ന് പറയുന്നത്. അത് ആ മരണപ്പെട്ട ആ ഒരു ഡെഡ് ബോഡിക്കും അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്കും ഒക്കെ ഈ ഒരു സേവനം ലഭ്യമായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു പ്രൈവറ്റ് മോർച്ചറിയില് ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ അവിടെ പ്രൈവറ്റ് മോർച്ചറിയില് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് ആ 3 ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു പ്രൈവറ്റ് മോർച്ചറി ഉപയോഗിച്ച് ആ ഡെഡ് ബോഡി എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആ വരുന്ന വീട്ടുകാരുടെ അവരുടെ ആ റിലേറ്റീവ്സിന്റെ അവരുടെ ആ ഒരു താമസ പ്രകാരം അല്ലെങ്കിൽ താല്പര്യ പ്രകാരം എല്ലാ കാര്യങ്ങളും, അതായത് അവരുടെ ആ ഒരു ഡെഡ് ബോഡിയുടെ അടക്കം ചെയ്യുന്നതും അവരുടെ ആ ഒരു മരണാന്തര ചടങ്ങുകളൊക്കെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഇവർ ചെയ്തു കൊടുക്കണമെങ്കിൽ ആ ഒരു ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലറെ സമീപിച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലറിന്റെ കീഴിൽ വരുന്ന ഒരു സേവനമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്, അല്ലെ? പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പിൽ നടത്തുന്ന ഒരു കാര്യമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളൊന്നും അവർ സ്വീകരിക്കില്ല. സ്വാഭാവികമായിട്ട് വീടുകളിൽ വെച്ച് മരണപ്പെട്ട വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൈവറ്റ് മോർച്ചറിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇനി അതിനുശേഷം അവർക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി എല്ലാ മരണാനന്തര ചടങ്ങുകളും
ഇവരുടെ നേതൃത്വത്തിൽ ഇവര് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ആ ഒരു സേവനം ഇവരുടെ ഭാഗത്തു നിന്നും അവർക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതാണ് ഫ്യൂണറൽ ഫോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ. അതിന്റെ ആ ഫ്യൂണറൽ ഫോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലറിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സേവനമാണ് പ്രൈവറ്റ് മോർച്ചറി. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സേവനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ അത് ഫ്യൂണറൽ ഫോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലറിന്റെ കാറ്റഗറിയിൽ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. എന്താണ് ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് ആർ റൺ ബൈ ഫ്യൂണറൽ ഫോംസ്. അത് മാനേജ് ചെയ്യുന്നത് എല്ലാ പ്രൈവറ്റ് മോർച്ചറിയും റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഫ്യൂണറൽ ഫോംസ് ആയിരിക്കും. Then private mortuaries are part of the external service of the funeral home. Funeral homes പുറമെ കൊടുക്കുന്ന ഒരു സേവനത്തിന്റെ ഭാഗമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. They come under the category of either funeral home or funeral parlor. Funeral home അല്ലെങ്കിൽ funeral parlor കാറ്റഗറിയിൽ ഉള്ളിൽ വരുന്ന ഒരു ഭാഗമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. കിട്ടിയോ? പ്രൈവറ്റ് മോർച്ചറി എന്താണെന്ന് ക്ലിയർ ആയോ? പ്രൈവറ്റ് മോർച്ചറിയിൽ എന്താ പറഞ്ഞേ? പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ ആണ്, പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ബ്യൂറിയൽ അല്ലെങ്കിൽ ക്രിമേഷന് മുമ്പായിട്ട് നമുക്ക് ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അവിടെ കൊടുക്കുന്നത് എങ്ങനെയുള്ള സേവനങ്ങളാണ്? വീട്ടിലെ വെച്ച് ഇതിന്റെ ഹോമില് സ്വാഭാവികമായിട്ട് മരണമടഞ്ഞ വ്യക്തികളാണെങ്കിൽ അവരുടെ ഡെഡ് ബോഡീസ് നമുക്ക് ഈ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കാൻ പറ്റും. അത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് അവിടെ സൂക്ഷിക്കാൻ പറ്റും. അതായത് അവരുടെ ആ ഒരു മറ്റ് മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതിന് മുൻപ് വരെ, അത് ചെയ്യുന്നതിന് മുൻപ് വരെ. ഇനി അവിടെ എന്താ ചെയ്യുന്നത്? അതായത് നോർമൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ മോർച്ചറിയിൽ എങ്ങനെയാണ്? ഒട്ടുമിക്ക എല്ലാ കേസുകളും അവർ സ്വീകരിക്കും. എന്നാൽ പ്രൈവറ്റ് മോർച്ചറിയിൽ അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളൊന്നും സ്വീകരിക്കില്ല. എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ഡിസീസ് വന്ന് മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ ഡെഡ് ബോഡി ഒന്നും ഈ പ്രൈവറ്റ് മോർച്ചറിയിൽ സ്വീകരിക്കില്ല. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫ്യൂണറൽ ഫോം എന്താ പറയുക? ഇതൊരു ബിസിനസ് ആണ് അല്ലെ? അതെന്തിനു വേണ്ടി? അവരെ ബ്യൂറിയൽ അല്ലെങ്കിൽ അടക്കം ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ശവസംസ്കാര ചടങ്ങുകളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സേവനമാണ്, ഒരു ബിസിനസ് സേവനമാണ് ഫ്യൂണറൽ ഫോംസ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നത്. ഫ്യൂണറൽ ഫോംസ് ആണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറിയും റൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പ് ആരുടെ കീഴിലായിരിക്കും? ഫ്യൂണറൽ ഫോംസിനാരുടെ കീഴിലായിരിക്കും എല്ലാ പ്രൈവറ്റ് മോർച്ചറിയും വരുന്നത്. അപ്പൊ ഈ ഒരു പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലറിന്റെ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു സേവനം, പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സേവനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. കിട്ടിയോ? പ്രൈവറ്റ് മോർച്ചറി അത് 3 ടൈപ്പ് ഓഫ് മോർച്ചറി ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. മോർച്ചറി എൻവയോൺമെന്റ് എങ്ങനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. ഒരു 4-5 പോയിന്റ് പറയാനുള്ളൂ. ഫസ്റ്റ് പോയിന്റ് നോക്കി, ദ മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രിസൈസ്ലി. എന്താണ് മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വരുന്ന, അതായത് എത്ര ഡെഡ് ബോഡീസ് ആ ഒരു മോർച്ചറിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ എത്ര എണ്ണം ഇപ്പോൾ നിലവിലുണ്ട്, എത്ര ബെഡ് വേക്കന്റ് ആണ്, അതുപോലെ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, ഏതൊക്കെയാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ളത്, ഏതൊക്കെയാണ് അല്ലാത്ത കേസസിലുള്ളത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു രജിസ്റ്റർ, അതാണ് ഒരു ഒക്യുപ്പൻസി രജിസ്റ്റർ എന്ന് പറയുന്നത്. ആ ഒരു രജിസ്റ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് ആൻഡ് പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കണം. അതാണ് ദ മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രിസൈസ്ലി. മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വരുന്ന അതിനുള്ള എല്ലാ റെക്കോർഡുകളും അല്ലെങ്കിൽ എല്ലാ രജിസ്റ്ററുകളും എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ആയിട്ട്, കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ദ നെസസറി ടെമ്പറേച്ചർ ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. അല്ലെ, നമ്മളിപ്പോ മോർച്ചറിയില് ഡെഡ് ബോഡീസ് 2 കോൾഡ് ചേമ്പേഴ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു. ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞേ? പോസിറ്റീവ് കോൾഡ് ചേമ്പർ പറഞ്ഞു. സെക്കൻഡ് വൺ പറഞ്ഞത് ഏതാ? നെഗറ്റീവ് കോൾഡ് ചേമ്പർ പറഞ്ഞു. രണ്ടിനും ഒരു ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് കൃത്യമായിട്ട് ആ മോർച്ചറിയിലെ സ്റ്റോറേജ് ചേമ്പേഴ്സിൽ പാലിക്കുന്നുണ്ടോ, ആ കറക്റ്റ് ടെമ്പറേച്ചറിലാണോ അത് വച്ചിരിക്കുന്നത് എന്ന കാര്യം നിരീക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുക. ക്ലീൻലിനെസ് ആൻഡ് ക്ലീൻലിനെസ് ഓഫ് ദ മോർച്ചറി ഈസ് സസ്റ്റെയിൻഡ്. അതുപോലെ തന്നെ മോർച്ചറിയിൽ വളരെ വൃത്തിയുള്ളതും അടക്കും ചിട്ടയുമായിട്ട് എപ്പോഴും നിലനിർത്തുക. അതാണ് ക്ലീൻലിനെസ് ആൻഡ് ക്ലീൻലിനെസ് ഓഫ് ദ മോർച്ചറി ഈസ് സസ്റ്റെയിൻഡ്. വളരെ വൃത്തിയുള്ളതും അടക്കും ചിട്ടയുള്ളതായിട്ടും ആ ഒരു മോർച്ചറി നിലനിർത്തുക എന്നുള്ളതാണ് പറയുന്നത്.
നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ആണ് സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറീസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട സുരക്ഷിതത്വം നിരീക്ഷിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും സെക്യൂരിറ്റി? മോർച്ചറിയിൽ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ടോ? ഉണ്ടോ? മോർച്ചറിയിൽ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു സുരക്ഷയുടെ ആവശ്യമുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. എന്തിനു വേണ്ടിയാ മോർച്ചറിയിൽ അങ്ങനെ സെക്യൂരിറ്റി ആവശ്യമായിട്ട് വരുന്നത്? കാരണം എന്തായിരിക്കും കാരണം? പല തരത്തിലുള്ള കേസസ് ആണ് വരുന്നത് അല്ലെ? കേസസ് ഉള്ള ഡെഡ് ബോഡീസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ എവിഡൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ വഴി ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഓരോ കേസസിനനുസരിച്ച് നമ്മൾ അവിടെ എവിഡൻസുകളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്നു അല്ലെ? ആ എവിഡൻസുകളൊക്കെ നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാനായിട്ട്, നശിപ്പിച്ചു കളയാനായിട്ട് അല്ലെ, തെളിവ് നശിപ്പിക്കാനായിട്ട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രമിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡെഡ് ബോഡീസ് ആയിക്കോട്ടെ, അത് നശിപ്പിച്ചു കളയാം, അല്ലെങ്കിൽ അത് കാണാതാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് എവിഡൻസുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാതാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്? ആ സെക്യൂരിറ്റി എപ്പോഴും സുരക്ഷിതമായിട്ട് ആ മോർച്ചറിയുമായി ബന്ധപ്പെട്ട ആ ഒരു സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും അത് നിലനിർത്തുകയും വേണം, ഉറപ്പുവരുത്തുകയും വേണം. അതാണ് ആ ലാസ്റ്റ് സെക്കൻഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. ഫിഫ്ത് പോയിന്റ് എന്താ പറഞ്ഞത്? ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെ, നമ്മൾ പറഞ്ഞു മോർച്ചറിയില് പോസ്റ്റ്മോർട്ടം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് ആണുള്ളത് അല്ലെ? അപ്പൊ അതിൽ നിന്ന് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട്, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളും അജൻഡാസ് എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു നടപടിക്രമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നിലനിർത്തുക. എല്ലാ സമയം വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കുകയും അവിടെയുള്ള അജണ്ട എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നതിനെയും വഴി നമുക്ക് ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആ 5 പോയിന്റ്സ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് പറഞ്ഞ എന്താ പറഞ്ഞത്? മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താ? മോർച്ചറിയുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ, ഒക്യുപ്പൻസി രജിസ്റ്റർ പോലുള്ള രജിസ്റ്ററുകളെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. രണ്ടാമത് പറഞ്ഞ എന്താ? മോർച്ചറിയിൽ വരുന്ന ആ ഒരു ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചറിലായിരിക്കണം അല്ലെ? അപ്പൊ ആ ടെമ്പറേച്ചർ കൃത്യമായിട്ട് ആ സ്റ്റോർ നിലനിർത്തുന്നുണ്ടോ, കറക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണോ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ള കാര്യം നിരീക്ഷിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക. തേർഡ് വൺ എന്താ പറഞ്ഞേ? മോർച്ചറിയുമായി ബന്ധപ്പെട്ട് മോർച്ചറി എങ്ങനെയായിരിക്കണം? വൃത്തിയുള്ളതും അടക്കും ചിട്ടയുമായിട്ട് സൂക്ഷിക്കുക. ഫോർത്ത് പോയിന്റ് എന്താ പറഞ്ഞത്? സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറീസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. ആ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് സുരക്ഷിതത്വം ഉറപ്പാക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കാം, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായിട്ട് എല്ലാ സമയത്തും പാലിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുക. അതാണ് 5 പോയിന്റ്സ് പറഞ്ഞത്. മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റിൽ പറഞ്ഞത്. 5 പോയിന്റ്സും ക്ലിയർ ആയോ? 5 പോയിന്റ്സ് വ്യക്തമായോ? അത് ഓക്കെ. നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് ഓട്ടോപ്സി. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ ഓട്ടോപ്സി? പോസ്റ്റ്മോർട്ടം അല്ലെ? പോസ്റ്റ്മോർട്ടം. ഇനി നമ്മുടെ പോസ്റ്റ്മോർട്ടം ഈ ഒരു പോർഷനും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം അല്ലെ? പോസ്റ്റ്മോർട്ടത്തിൽ 2 ടൈപ്പ് ഓഫ് പോസ്റ്റ്മോർട്ടം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്. ഓക്കെ, ആ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓട്ടോപ്സിയുമായി ബന്ധപ്പെട്ട് 2 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി, സെക്കൻഡ് വൺ ആണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് 2 ടൈപ്പ് ആണെന്ന് പറയുന്നെങ്കിലും വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി 2 രീതിയിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറിപ്പോവുകയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്ടോപ്സി, ജസ്റ്റ് ആ ഓട്ടോപ്സി എന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നോ? എന്താണ് പോസ്റ്റ്മോർട്ടം എഴുതിയായിരുന്നോ നിങ്ങള്? ഇല്ല, തന്നിട്ടില്ലല്ലോ നോട്ട്. അപ്പൊ ജസ്റ്റ് ആ ഓട്ടോപ്സി എന്താണെന്ന് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോ കേട്ടോ. ഓട്ടോപ്സി, an examination of body and examination of body an examination of body after death, an examination of body after death, an examination of body after death, an examination of body
after death. Next, അതിന്റെ കൂടെ തന്നെയുള്ള നെക്സ്റ്റ് പോയിന്റ് ആഡ് ചെയ്യുക. To determine the exact cause of death. To determine the exact cause of death. The exact cause of death. Autopsy is an examination of body after death. മരണത്തിന് ശേഷം അല്ലെ, മരിച്ചതിന് ശേഷം ഡെഡ് ബോഡി ആവും അല്ലെ, മരിച്ചതിന് ശേഷം ബോഡി എന്ത് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. അങ്ങനെ മരണത്തിന് ശേഷം ആ ഡെഡ് ബോഡി അല്ലെങ്കിൽ ആ മരിച്ച ആ ഒരു ഡെഡ് ബോഡി എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ എക്സാമിൻ ചെയ്യുന്നത്? ടു ഡിറ്റർമൈൻ ദി എക്സാക്ട് കോസ് ഓഫ് ഡെത്ത്. ടു ഡിറ്റർമൈൻ ദി എക്സാക്ട് കോസ് ഓഫ് ഡെത്ത്. ആ മരണം ഉണ്ടാവാനുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു കാരണം എന്താണ് എന്ന് നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മരിച്ച ശേഷം അവരുടെ ആ ഒരു ബോഡി എക്സാമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പരിശോധനകൾ നടത്തുന്നത്. ആ ഒരു പ്രൊസീജിയർ ആണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ആൻ എക്സാമിനേഷൻ ഓഫ് ദ ഡെഡ് ബോഡി ആഫ്റ്റർ ഡെത്ത് അല്ലെ. ആ ഒരു ബോഡി മരണത്തിന് ശേഷം ബോഡി എന്ത് ചെയ്യുന്നു, പരിശോധനകൾ നടത്തി കൃത്യമായിട്ടുള്ള മരണ കാരണം കണ്ടെത്തുന്നു. കിട്ടിയോ ഓട്ടോപ്സി? നോക്കിയേ, ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോപ്സ്. കോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? കോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? കോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് കോപ്സ്? എന്താ കോപ്സ് എന്ന് പറഞ്ഞാൽ? മൃതദേഹം അല്ലെങ്കിൽ ശവശരീരം അല്ലെ, ഡെഡ് ബോഡി അല്ലെ, മൃതദേഹം അല്ലെങ്കിൽ ശവശരീരമാണ് കോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓട്ടോപ്സി is literally meaning self study of corpse is carried out for clinical as well as medico-legal purposes. ഓട്ടോപ്സി എന്ന് പറയുന്നത് എന്താ? ആ കോപ്സ് അല്ലെങ്കിൽ മൃതശരീരത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ എക്സാമിനേഷൻസ് പരിശോധനകൾ നടത്തി നമ്മൾ അതിനെ കൂടുതൽ പഠിച്ച് അതിന്റെ മരണകാരണം കൃത്യമായിട്ട് ആ മരണ കാരണം കണ്ടെത്തുന്നു. ഈസ് carried out for clinical as well as medico-legal purposes. രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഓട്ടോപ്സി ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട്, സെക്കൻഡ് വൺ ആണ് മെഡിക്കോ-ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട്. അതിൽ നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് നമ്മൾ അത് പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സി. സെക്കൻഡ് വൺ വരുന്നതാണ് മെഡിക്കോ-ലീഗൽ ഓട്ടോപ്സി. ഫസ്റ്റ് ക്ലിനിക്കൽ ഓട്ടോപ്സി നോക്കാം. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താന്ന് നോക്കിയേ, ലൂസ്ലി ടേംഡ് ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. ഇപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ മറ്റൊരു പേരാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സി is also known as pathological autopsy. Okay, രണ്ട് ടേമിൽ നമുക്ക് അത് അറിയപ്പെടുന്നുണ്ട്. is carried out to diagnose the disease which has led to the mortality when antemortem efforts have failed. ഇവിടെ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു സെന്റൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലിനിക്കൽ ഓട്ടോപ്സിയെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഇനി ഇത് എന്താണ് വേണ്ടിയിട്ടാണ് നോക്കി ഈ ഒരു ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നതിന് ഒരു റീസൺ വേണമല്ലോ നമുക്ക്. is carried out to diagnose the disease. ഏത് രോഗമാണ് എന്ന് നിർണ്ണയിക്കും. രോഗനിർണയമാണ് ഇവിടെ ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് രോഗനിർണയം ചെയ്യുന്നത്? which has led to the mortality. mortality എന്ന് പറഞ്ഞാൽ എന്താ? മരണനിരക്ക് അല്ലെങ്കിൽ മരണം. ആ ഒരു മരണത്തിലേക്ക് ആ ഒരു വ്യക്തിയെ അവരുടെ ആ ഒരു മരണത്തിലേക്ക് നയിച്ച ആ ഒരു രോഗത്തെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. കിട്ടിയോ? അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി അല്ലെങ്കിൽ പാത്തോളജിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വ്യക്തി മരണമടഞ്ഞു കഴിഞ്ഞാൽ ഏത് രോഗമാണ് അയാളെ മരണത്തിലേക്ക് നയിച്ചത്, ആ രോഗത്തെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. കിട്ടിയോ? അത് ക്ലിയർ ആയോ? അപ്പോ ഇനി എന്താണുള്ളത്? ആ ഒരു രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ട് ഏത് മരണമാണ് അല്ലെങ്കിൽ ഏത് രോഗം മൂലമാണ് ഒരു വ്യക്തി മരിച്ചത് എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊസീജിയർ ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി അല്ലെങ്കിൽ പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഇനി നോക്കി, when antemortem efforts have failed. antemortem എന്ന് പറഞ്ഞാൽ മരണത്തിന് മുൻപുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ. എന്താ അങ്ങനെ പറയുന്നത്? രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. അത് പെട്ടെന്ന് ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അവർക്ക് വേറെ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കേട്ടിട്ടില്ലേ, ഉടനെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറല്ലേ? ഒത്തിരി ആൾക്കാരുടെ അങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ പെട്ടെന്നൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കറിയില്ല അവർക്ക് അതിനു മുൻപ് മരിക്കുന്നതിന് മുൻപ് യാതൊരു വിധത്തിലുള്ള
ഒരു രോഗം ഉണ്ടെന്നുള്ളത് നമുക്ക് തെളിയിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. കാരണം എന്താ, നമുക്ക് ഇനിയിപ്പം തെളിയിക്കാൻ പറ്റില്ല, കാരണം ആ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ മരണത്തിന് മുൻപ് അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ശ്രമങ്ങൾ പരാജയപ്പെടുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മരണത്തിന് മുൻപ് നമുക്ക് ഇനി മരണത്തിന് മുൻപ് ചെയ്ത് നോക്കാം എന്നുള്ളത് ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ലല്ലോ. ആള് മരണപ്പെട്ടു പോയി അല്ലെ. ആ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് എന്താണ്, മരിച്ചതിന് ശേഷം ഈ ഓട്ടോപ്സി ചെയ്തുകൊണ്ട് ആ വ്യക്തി എന്തുകൊണ്ടാണ് മരിച്ചത്, അല്ലെങ്കിൽ ഏത് രോഗവുമാണ് ആ ഒരു വ്യക്തിയെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്തുക എന്നുള്ളൊരു ഓപ്ഷൻ ആണുള്ളത് അല്ലെ. അപ്പൊ അത് ഒന്നാമത്തെ കാര്യമാണ്. ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ ഫസ്റ്റ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്, ആ ഒരു മരണ കാരണം, അതായത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഏത് രോഗമാണ് ആ വ്യക്തിയെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്, ആ രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി അല്ലെങ്കിൽ പാത്തോളജിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അതിൽ രണ്ട് സിറ്റുവേഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു വ്യക്തി പെട്ടെന്ന് മരണമടഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവർക്ക് യാതൊരുവിധ വേറെ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല, മറ്റു രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും, അങ്ങനെ സിവിയർ ആയിട്ടുള്ള രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് മരിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ, അത് എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് രോഗത്താലായിരിക്കും മരിച്ചത് എന്നുള്ളൊരു കാര്യം ഉണ്ടാവും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ആ കൺഫ്യൂഷൻസിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ആ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത്, ആ വ്യക്തി പെട്ടെന്ന് മരണമടഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ അവരുടെ ആ ഒരു മരണമടഞ്ഞതിന് മുൻപ്, മരിക്കുന്നതിന് മുൻപ് യാതൊരു വിധത്തിലുമുള്ള ആ ഒരു ആന്റിമോർട്ടം, മരണത്തിന് മുൻപ് യാതൊരു വിധത്തിലുമുള്ള നമുക്ക് ഇന്ന രോഗമാണെന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല അല്ലെ, നമുക്ക് സാധിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവിടെ ആ ഒരു ശ്രമം എന്ന് പറയുന്നത് നമുക്ക് പരാജയമാണ്, ഫെയിൽ ആയിട്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു മരണമടഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ മരണ കാരണം നമുക്ക് ഓട്ടോപ്സി വഴി കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണോ? ആ ഒരു പോയിന്റ് ക്ലിയർ ആയല്ലോ? നമുക്ക് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്, ഒരു സിറ്റുവേഷൻ പറയുന്നത്, പെട്ടെന്ന് മരണമടഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് നമുക്ക് മരണത്തിന് മുൻപ് അവർക്ക് ഇങ്ങനെയുള്ള രോഗനിർണയം നടത്താനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ മുൻപിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്താണ്, മരണം അടഞ്ഞു പോയില്ല, മരിച്ചു കഴിഞ്ഞു. അപ്പൊ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡെഡ് ബോഡീസ് ഓട്ടോപ്സി പ്രൊസീജിയറിൽ വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ആ ഒരു മരണ കാരണം കണ്ടെത്താനായിട്ട്. അതെ, സൂയിസൈഡ് പോലുള്ള അങ്ങനെയൊന്നും പെട്ടെന്ന് മരണമടഞ്ഞ ഏതൊരു കണ്ടീഷനും നമുക്ക് ഇതാ ചെയ്യാൻ പറ്റും. കാരണം അതിന് മുൻപ് വരെ അവർ ഭയങ്കര ഹെൽത്തി ആൻഡ് നോർമൽ ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കും. പെട്ടെന്ന് അവർ അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് കാരണം കണ്ടെത്തണമല്ലോ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ടൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരാൾക്ക് അധികം വലിയ രീതിയിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ചെറിയ രീതിയിലുള്ള രോഗങ്ങളും കാര്യങ്ങളും മരുന്നൊക്കെ കഴിച്ച് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റിലൊക്കെ ഇരിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ ഒരു നോർമലായിട്ട് ഒരു മെഡിസിൻ ഒക്കെ കഴിച്ച് ഒരു നോർമലായിട്ട് കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ആണെങ്കിലും അവര് ഇങ്ങനെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം അവർക്ക് ഇന്ന രോഗങ്ങൾ ഉണ്ടെന്ന്. നമുക്ക് ഓൾറെഡി അവർ മരിക്കുന്ന സമയത്ത് അതിന് മുൻപ് അവർക്ക് ഇന്ന രോഗങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, എന്തെങ്കിലും ഇപ്പൊ ഡയബറ്റിക്സ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളായിട്ടോ ഒക്കെ അവർക്ക് ഇന്ന രോഗങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അവർ മരണപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ അവർക്കുള്ളതിൽ ആ രോഗം കൊണ്ട് തന്നെയാണോ അവരത് മരണപ്പെട്ടത് എന്നൊന്നും കൂടി സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യും. അതായത് പെട്ടെന്ന് അവർക്കിപ്പോ അതെ ഹാർട്ട് അറ്റാക്ക് നമുക്ക് എന്താണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം എന്താ, അവർക്ക് ഹൃദ്രോഗമുണ്ട്, അല്ലെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ അങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി കഴിയുമ്പോൾ ആ ഒരു ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണോ, ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ കൂടി അത് തന്നെയാണോ ഇവര് മരിക്കാനുണ്ടായ റീസൺ എന്നുള്ളത് ഉറപ്പിക്കണം അല്ലെ. ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യാം. അതാണ് രണ്ട് സിറ്റുവേഷൻസ് ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ വരുന്നത്. ആ രണ്ട് സിറ്റുവേഷൻസ് ക്ലിയർ ആയോ? ആ രണ്ട് കാര്യം തന്നെയാണ് ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ക്ലിയർ ആക്കി വിടുന്നത്. ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ അത്രയും മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ക്ലിനിക്കൽ ഓട്ടോപ്സിയിൽ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, ക്ലിനിക്കൽ ഓട്ടോപ്സിന്റെ മറ്റൊരു പേരാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഈസ് ടു ക്യാരി ഔട്ട് ഡയഗ്നോസ് ദ ഡിസീസ്. ഏത് രോഗമാണോ അവരുടെ മരണത്തിലേക്ക് നയിച്ചത്, അവരുടെ മരണത്തിലേക്ക് നയിച്ച ആ ഒരു രോഗം ഏതാണ് എന്ന് നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന പോലെ ആന്റിമോർട്ടം എഫേർട്സ് ഹാവ് ഫെയിൽഡിലെ അത് തന്നെയാണ് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെയാണ് കേട്ടോ. ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ് which has led to death,
when antemortem attempts have failed. ഇവിടെ എന്ത് ചെയ്യുക? ആ ഒരു മരണ കാരണം, ആ രോഗം മരിച്ചതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആ ഒരു മരിക്കേണ്ടി വന്ന അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ആ രോഗം ഏതാണ്, ആ രോഗത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുക? സ്ഥാപിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. അതിനു വേണ്ടിയാണ് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഒരു സിറ്റുവേഷൻ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ? when antemortem attempts have failed. അവർ പെട്ടെന്ന് മരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അവരുടെ ആ ഒരു മരണത്തിന് മുൻപ് നമുക്ക് യാതൊരു വിധത്തിലുള്ള രോഗനിർണയം നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മരണശേഷം അവർ എന്തുകൊണ്ടാണ്, ഏത് രോഗത്തിന്റെ മൂലമാണ് മരിച്ചതെന്ന് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി വഴി കണ്ടെത്തുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ടു സ്റ്റഡി പാത്തോളജി ഓഫ് ദ ഡിസീസ് വിച്ച് ഹാസ് ലീഡ് ടു ഡെത്ത്. ആ ഒരു മരണത്തിലേക്ക് നയിച്ച ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. അതെങ്ങനെയാണ്? ഈവൻ വെൻ ദ ഡയഗ്നോസ് വാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് prior to death. അവിടെ മരിക്കുന്നതിന് മുൻപ്, prior എന്ന് പറഞ്ഞാൽ മുൻപ് അല്ലെ, മരിക്കുന്നതിന് മുൻപ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രോഗനിർണയം നടത്തിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാര്യം പറഞ്ഞു. അവർക്ക് ഹൃദ്രോഗം ഉണ്ടെങ്കിൽ നമുക്ക് മുൻപേ അവർക്ക് രോഗനിർണയം നടത്തി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അത് തന്നെയാണോ, ആ സെയിം റീസൺ കൊണ്ട് തന്നെയാണോ, അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കൊണ്ട് തന്നെയാണോ ആ വ്യക്തി മരിച്ചത് എന്നൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ക്ലിയർ ആയോ? രണ്ട് പോയിന്റ്സ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓട്ടോപ്സി ആണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ ML ഓട്ടോപ്സി. നമ്മുടെ ചോദിക്കാം ML ഓട്ടോപ്സിയുടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ML ഓട്ടോപ്സി അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഈ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഈസ് എക്സിക്യൂട്ടഡ് വിത്ത് ദ എയിം ഓഫ് പ്രൊവൈഡിംഗ് answers to questions about the identity, cause of death, time of death, situations of death, etc. is benefiting the law enforcing agencies to settle the crime. ഇവിടെ എന്താ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെഡിക്കോ ലീഗൽ കേസസ് ആണ് ഇതിൽ വരുന്നത് അല്ലെ. അപ്പൊ അതിനുള്ളില് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത് സ്വാഭാവിക മരണമല്ല കേട്ടോ. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ കേസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അല്ലെ. സ്വാഭാവിക മരണമല്ലാട്ടോ മെഡിക്കോ ലീഗൽ വരുന്നത്. അതായത് ലീഗൽ കേസിലുള്ള അല്ലെങ്കിൽ പോലീസ് കേസസിൽ വരുന്ന ആക്സിഡന്റ്സോ സൂയിസൈഡ്സോ മർഡേഴ്സോ പോലുള്ള എല്ലാ കാര്യങ്ങളും ഈ മെഡിക്കോ ലീഗൽ കേസസിൽ വരുന്നതാണ് അല്ലെ. അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഓട്ടോപ്സി പ്രൊസീജിയർ ആണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. അത് എക്സിക്യൂട്ടഡ് വിത്ത് ദ എയിം ഓഫ് പ്രൊവൈഡിംഗ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻ. ഈ ഒരു മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുമ്പോ അവിടെ കുറച്ച് ആൻസേഴ്സ് കിട്ടുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ആ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് കൊടുക്കുന്നത് നോക്കിയേ. അബൌട്ട് ദ ഐഡന്റിറ്റി, ആ ഒരു മരണമടഞ്ഞ വ്യക്തിയുടെ വ്യക്തിത്വം, അതാണ് അവരുടെ ആ ഒരു ഐഡന്റിറ്റി അല്ലെ. അവർ തിരിച്ചറിയണമല്ലോ അവർ ഏത് വ്യക്തിയാണ് മരണമടഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു വ്യക്തിത്വം തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം എന്താ? കോസ് ഓഫ് ഡെത്ത് അല്ലെ, മരണ കാരണം അറിയണം. അതുപോലെ ടൈം ഓഫ് ഡെത്ത്, മരണമടഞ്ഞ ആ ഒരു സമയം, മരണമടഞ്ഞതുമായി ബന്ധപ്പെട്ട ഏത് സമയം മരണം നടന്നിട്ട് എത്ര സമയമായി എന്നുള്ള കാര്യം അറിയണമല്ലോ. അതുപോലെ തന്നെ സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത്, മരിക്കാനുണ്ടായിട്ടുള്ള ആ ഒരു സന്ദർഭം എങ്ങനെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ് നമുക്ക് ഈ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് വഴി ലഭിക്കേണ്ടത്. is benefiting the law enforcing agencies to settle the crime. അല്ലെ, ആ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ആ ലോ എൻഫോഴ്സിംഗ് ഏജൻസി അല്ലെ, നിയമനിർവഹണ ഏജൻസികൾക്ക് ആ ഒരു ക്രൈമുമായി അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് എങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത് വഴി അവർക്ക് ആ ഒരു ക്രൈമിന് അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി അല്ലെങ്കിൽ ML ഓട്ടോപ്സി എന്ന് പറയുന്നത്. എന്താണ് അവിടെ പ്രധാനമായിട്ടും കിട്ടേണ്ടതായിട്ടുള്ള ഈ ഒരു ഓട്ടോപ്സി ചെയ്യുന്നത് വഴി ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആണ് ലഭിക്കേണ്ടത് അല്ലെ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? ആ വ്യക്തി ഏതാണ്, ആ വ്യക്തിയുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എന്താണ്, മരണമടഞ്ഞ വ്യക്തി ഏതാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഐഡന്റിറ്റി എന്താണെന്നുള്ളത് അറിയണം. അതുപോലെ ആ ഒരു മരണ കാരണം അറിയണം. അതുപോലെ മരിച്ച് എത്ര സമയമായി അവർ മരിച്ചിട്ട് ആ ഒരു ടൈം ഓഫ് ഡെത്ത് അറിയണം. അതുപോലെ സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത്,
മരിക്കാനുണ്ടായിട്ടുള്ള സന്ദർഭം എന്താണ് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ആൻസേഴ്സ് ഈ ഒരു മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് വഴി ലഭിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് അത് പ്രയോജനപ്രദമായിട്ടുള്ളത്? ഇങ്ങനെയുള്ള എവിഡൻസുകളൊക്കെ കിട്ടുമ്പോൾ നിയമനിർവഹണ ഏജൻസികൾക്ക് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് അത് പ്രയോജനപ്രദമാണ്. കിട്ടിയോ? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പിടിച്ചാൽ മതി കേട്ടോ, അപ്പൊ മാറിപ്പോവില്ല. ഓക്കെ, ഇനി അതിനുമുണ്ട് കുറച്ച് പർപ്പസ് ഓഫ് ML എന്നാണ് കേട്ടോ, അവിടെ MI എന്നാണ് കിടക്കുന്നത്. ML ഓട്ടോപ്സി ആണ് കേട്ടോ, പർപ്പസ് ഓഫ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നതിന്റെ ചില പർപ്പസസ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഓരോന്നും എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് പർപ്പസസില് ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, അല്ലെ? ആ മരണവുമായി ബന്ധപ്പെട്ട കറക്റ്റ് കൃത്യമായിട്ടുള്ള ആ ഒരു കാരണം, അല്ലെ? കാരണവും അതിന്റെ ആ ഒരു മാനർ അല്ലെങ്കിൽ ആ ഒരു മരണ രീതിയും എങ്ങനെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക. അതാണ് ഒന്നാമത്തെ പർപ്പസ്. ടു ഫൈൻഡ് ഔട്ട് ദി എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, മരണവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാരണവും ആ മരണ രീതിയും എന്താണെന്ന് കൃത്യമായി കണ്ടെത്തുക. രണ്ടാമത്തതാണ് ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്, മരണമടഞ്ഞ വ്യക്തിയുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തിത്വം കണ്ടുപിടിക്കുക, അത് സ്ഥാപിക്കുക. ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്, മരണമടഞ്ഞ വ്യക്തിയുടെ ഐഡന്റിറ്റി സ്ഥാപിക്കുക, ഏത് വ്യക്തിയാണ് മരണമടഞ്ഞതെന്ന് കണ്ടെത്തുക. മൂന്നാമത്തതോ ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത്, എത്ര മരണമടഞ്ഞിട്ട് എത്ര സമയമായി എന്ന് കണ്ടെത്തുക. അതാണ് തേർഡ് വൺ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് വരുന്നത്, അത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഫോർത്ത് വൺ നോക്കി ടു കളക്ട് ട്രേസ് എവിഡൻസ്. എന്താണ് ട്രേസ് എവിഡൻസ്? തെളിവുകള്, അല്ലെ? തെളിവുകള് കൃത്യമായിട്ട് ശേഖരിക്കുക. നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ് നോക്കിയേ, റീഓർഗനൈസേഷൻ ഓഫ് ദി ക്രൈം സീൻ. റീഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുനരാവിഷ്കരണം. അതായത് ആ കുറ്റകൃത്യം നടന്ന ആ സ്ഥലത്തിന്റെ ആ ഒരു സീൻ, അല്ലെ? ആ ഒരു സ്ഥലത്തിന്റെ ആ ഒരു സന്ദർഭം എന്ത് ചെയ്യുക? പുനരാവിഷ്കരിക്കുക അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുക. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ആ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഏകദേശം തെളിവുകളൊക്കെ ഒരു ഐഡിയ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ഒരു ക്രൈം സീൻ എന്ത് ചെയ്യും? അവരൊരു ഡെമ്മി ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്ത് നോക്കുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ CBI ഡയറക്ടർ പോലുള്ള സിനിമ കണ്ടിട്ടില്ലേ? അപ്പൊ അതിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മള് ഇങ്ങനെയുള്ള സീനുകൾ അവരെന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒക്കെ കിട്ടി അവരൊന്ന് ആ ഒരു സീൻ എന്ത് ചെയ്യും? ആ ഒരു സിറ്റുവേഷൻ ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്ത് നോക്കും, അല്ലെ? ഇത് കറക്റ്റ് ആണോ, കിട്ടിയിരിക്കുന്ന എവിഡൻസ് കൃത്യമാണോ എന്നുള്ളത് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി അവർ ചെയ്തു നോക്കും. അപ്പൊ ഇങ്ങനെയുള്ള പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ML ഓട്ടോപ്സി ചെയ്യുന്നത്. എന്തൊക്കെയാ പറഞ്ഞേ? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താ? എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, അവർ മരിച്ച ആ ഒരു കൃത്യമായ കാരണവും ആ മരണ രീതിയും കണ്ടെത്താൻ വേണ്ടിയിട്ട്. രണ്ടാമത് എന്താ പറഞ്ഞത്? ആ മരണമടഞ്ഞ വ്യക്തിയുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം കണ്ടെത്താൻ വേണ്ടിയിട്ട്. മൂന്നാമത് എന്താ പറഞ്ഞത്? മരണമടഞ്ഞിട്ട് എത്ര സമയമായി എന്ന് കണ്ടെത്താനും അതുപോലെ തന്നെ തെളിവുകളൊക്കെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ശേഖരിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ എന്താ? റീഓർഗനൈസേഷൻ അല്ലെങ്കിൽ പുനരാവിഷ്കരണം, ആ ഒരു ക്രൈം സീൻ അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യം നടന്ന ആ സ്ഥലത്തിന്റെ പുനരാവിഷ്കരണം നടത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ML ഓട്ടോപ്സി പർപ്പസ് ഉപയോഗിക്കുന്നത്. കിട്ടിയോ പോയിന്റ്സ്? അത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്കൊരു ജസ്റ്റ് 2 സെന്റൻസ് കൂടിയേ ഉള്ളൂ. Even though the procedure of both the autopsies is the same, അല്ലെ? രണ്ട് ഓട്ടോപ്സിയും ചെയ്യുന്ന പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്, ചെറിയ രീതിയിലുള്ള ഡിസിമിലാരിറ്റി അല്ലെങ്കിൽ ചെറിയ ആസ്പെക്ട്സിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. യൂഷ്വലി ദ ക്ലിനിക്കൽ ഓട്ടോപ്സി, ഇത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഈ ഒരു പോയിന്റ് ചോദിക്കാറുണ്ട്, ലാസ്റ്റ് പോയിന്റ് ആണ് വിചാരിച്ച് നിങ്ങൾ വിട്ടുകളയരുത്. ക്ലിനിക്കൽ ഓട്ടോപ്സി is performed by the pathologist. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്ന വ്യക്തി ആരാണ്? പാത്തോളജിസ്റ്റുകളാണെങ്കിൽ ML ഓട്ടോപ്സി അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്ന വ്യക്തികൾ ആരായിരിക്കും? ഫോറൻസിക് എക്സ്പേർട്ടുകളാണ്. ഓക്കെ, ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്ന വ്യക്തി ആരാണ്? പാത്തോളജിസ്റ്റുകളാണെങ്കിൽ ML ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ടുകളാണ്. അത് രണ്ടും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് വിട്ടുകളയരുത്. ലാസ്റ്റ് പോയിന്റ് ആണെന്ന് വെച്ച് നോക്കാതിരിക്കരുത് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ആരാണ്? പാത്തോളജിസ്റ്റുകളും ML ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ടുമാണ്. കിട്ടിയോ? പാത്തോളജിസ്റ്റ് ആരാന്നൊന്ന് എഴുതി വെക്കണോ? പാത്തോളജിസ്റ്റ് ആരാന്നുള്ളത് അറിയാമല്ലോ അല്ലെ? പാത്തോളജിസ്റ്റ് ആരാ? പാത്തോളജിസ്റ്റ്
നിഷ മിസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പാത്തോളജിസ്റ്റ് ആരാണെന്ന് പറഞ്ഞേ. ആരാ പാത്തോളജിസ്റ്റ്? ഏത് ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളുകളാണ്? എന്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന പാത്തോളജിസ്റ്റുകള്? ഡോക്ടർ. അതെ, രോഗനിർണയം ചെയ്യുന്ന ഡോക്ടറാണ്. അതായത് എ ഡോക്ടർ ഹു സ്പെഷ്യലൈസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് ഡിസീസ്, അല്ലെ? രോഗ കാരണങ്ങള്, അതുപോലെ തന്നെ അതിന്റെ നേച്ചർ, സ്വഭാവം എന്നിവയിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടറാണ് പാത്തോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്, അല്ലെ? രോഗനിർണയം, രോഗത്തിന്റെ കൃത്യമായ കാരണം, അതിന്റെ ആ ഒരു നേച്ചർ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ സ്റ്റഡി ചെയ്ത് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടറാണ് പാത്തോളജിസ്റ്റുകൾ. അപ്പൊ അവിടെ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് പാത്തോളജിസ്റ്റുകളാണ്. ഇനി ആരാണ് ഫോറൻസിക് എക്സ്പേർട്ട്? ആരാ ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറയുന്നത്? ഇതും മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെയാണ്, അല്ലെ? ഫോറൻസിക് എക്സ്പേർട്ടുകൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെയാണ്. എന്തിന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മെഡിക്കൽ ഡോക്ടേഴ്സ്? ഓട്ടോപ്സി പെർഫോം ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് ആര്? ഫോറൻസിക് എക്സ്പേർട്ട്. ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം, രണ്ടും പറയാം കേട്ടോ. ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? മെഡിക്കൽ ഡോക്ടേഴ്സ് ആണ് ഫോറൻസിക് എക്സ്പേർട്ടുകൾ എന്ന് പറയുന്നത്. അതായത് ഇതിനു വേണ്ടിയിട്ട് ആ ഒരു രോഗത്തിന്റെ ആ ഒരു മരണ കാരണം, അല്ലെ, കൃത്യമായിട്ടുള്ള ഡിറ്റർമൈൻ ദ കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, ആ മരണ കാരണം കണ്ടെത്താനും ആ ഒരു മരണത്തിന്റെ രീതിയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇതിൽ എക്സ്പേർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് ഫോറൻസിക് എക്സ്പേർട്ടുകൾ എന്ന് പറയുന്നത്. കിട്ടിയോ? നമ്മൾ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇന്ന് എടുത്തതിൽ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നുണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആയോ എല്ലാം? ഒന്ന് മെസ്സേജ് ഇട്ടേ, ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഒന്ന് തമ്പിട്ടേ, എല്ലാവരും ക്ലിയർ ആയോ എല്ലാം? നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ചെറിയ ചാപ്റ്റർ ആയിരുന്നു, അല്ലെ? വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതാം. ഓക്കെ, നോട്ട്സ് എടുത്തേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോർച്ചറി സർവീസ് ഹാൻഡിൽസ് മോർച്ചറി സർവീസ് ഹാൻഡിൽസ് the dash. Mortuary service handles 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 the dash. എന്താണ് മോർച്ചറി സർവീസ് ഹാൻഡിൽ ചെയ്യുന്ന? എന്താ? ഡെഡ് ബോഡീസ്, അല്ലെ? പ്രിസർവേഷൻ ഓഫ് ദി ഡെഡ് ബോഡീസ്. പ്രിസർവേഷൻ ഓഫ് ദി ഡെഡ് ബോഡീസ്, അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. നമ്മുടെ ചാപ്റ്റർ ഫസ്റ്റ് നടക്കുന്ന സെന്റൻസ് അല്ലേ ഇത്? പ്രിസർവിംഗ് ദി ഡെഡ് ബോഡീസ്, പ്രിസർവേഷൻ ഓഫ് ദി ഡെഡ് ബോഡീസ്. ഓക്കെ, then mortuary is every hospital as it handles the preservation of the dead body. Dead bodies preservation of the dead body. Okay, second question, mortuary is also known as dash. Mortuary is also known as dash. Mortuary is also known as morgue. Very good, morgue. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ് കിട്ടി. പറഞ്ഞു നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മോർച്ചറി സർവീസ് ഹാൻഡിൽസ് ദി ഡാഷ്, അല്ലെ? ഏതായിരുന്നു അതിന്റെ ആൻസർ? ദ പ്രിസർവേഷൻ ഓഫ് ദി ഡെഡ് ബോഡീസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മോർച്ചറി ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. മോർച്ചറി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താ? മോർഗ്, അല്ലെ? മോർഗ് എന്നാണ് ആൻസർ. Okay, third question, the place where dead bodies are observed, the place where
dead bodies are observed, the place where dead bodies are observed and documents examined. The place where dead bodies are observed and documents examined. The place where dead bodies are observed and documents examined. Very good. Reception. ഏത് പ്ലേസ് ആണ്? റിസപ്ഷൻ. റിസപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്ലേസിലാണ് ഡെഡ് ബോഡിയെ ഒബ്സർവ് ചെയ്യുന്നതും ഡോക്യുമെന്റ്സിനെ എക്സാമിൻ ചെയ്യുന്ന ഒരു ഇടമാണ് റിസപ്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നോ? ദ പ്ലേസ് വെയർ ഡെഡ് ബോഡീസ് ആർ ഒബ്സർവ്ഡ് ആൻഡ് ഡോക്യുമെന്റ്സ് എക്സാമിൻഡ്. ഇതാണ് റിസപ്ഷൻ ഏരിയ. Then fourth question, the proper space needed for 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 trolley bay is the proper space needed for trolley bay is the proper space needed for trolley bay is dash. The proper space needed for trolley bay is dash. The proper space 3m square. Okay, 3 meter square. 3m square, I mean 3 meter square area ആണ് ആ ഒരു trolley bay ക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത്. Okay, then fifth question, in negative temperature cold chambers, 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 dead bodies are kept between, dead bodies are kept between, in negative temperature cold chambers, the dead bodies are kept between, the dead bodies are kept between dead bodies are kept between dash. In negative temperature cold chambers, the dead bodies are kept between dash. Very good. Minus 15 degrees Celsius and minus 25 degrees Celsius. Minus 15 degrees Celsius and minus 25 degrees Celsius. Okay. ഈ 5 ക്വസ്റ്റ്യൻസിലും ക്ലിയർ ആവാതെ ഏതെങ്കിലും ഉണ്ടോ? 5 ക്വസ്റ്റ്യൻസും ക്ലിയർ ആവാത്തതുണ്ടോ? ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? 5 ക്വസ്റ്റ്യൻസിലും ഒന്ന് മെസ്സേജ് അയച്ചിട്ടേ. 5th ക്വസ്റ്റ്യൻ ആണോ? ഇൻ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബർ, ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ, dead bodies are kept between dash. ടെമ്പറേച്ചർ ആണ് ചോദിക്കുന്നത്. ഏത് ടെമ്പറേച്ചറിലാണ്? മൈനസ് 15 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് മൈനസ് 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടിയ ആൻസേഴ്സും? സബീനയ്ക്ക് 2 and 4 കിട്ടിയിട്ടില്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിലേക്ക് ഇട്ടാക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ഒരുമിച്ച് പഠിക്കുന്നുണ്ടോ? എല്ലാവരും ഓരോ പോർഷൻസ് ആയിട്ട് പഠിച്ചു വെക്കുന്നുണ്ടോ? ഒരുമിച്ച് വെക്കരുത്, കാരണം ഒരുപാട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സമയമുള്ള സമയത്തൊക്കെ കുറേശ്ശെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ മോർച്ചറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആംബുലൻസ് സർവീസ് ആണ് കേട്ടോ. ആംബുലൻസ് സർവീസ് നിങ്ങളുടെ മൊഡ്യൂൾ വൈസ് ആയിട്ട് 28 ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. 28 ആണോ കിടക്കുന്നത് ആംബുലൻസ് സർവീസ്? ആംബുലൻസ് സർവീസ് ആണ് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ നോട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ അതൊന്ന് റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ. നാളെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ടൈം ടേബിൾ ഉണ്ടോ? ഇംഗ്ലീഷിന്റെ പീരീഡ് ഉണ്ടോ?
ഉണ്ട്. ഓക്കെ, ഒന്നില്ലെങ്കിൽ അശ്വതി മിസ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും കയറുക കേട്ടോ. അപ്പൊ നിങ്ങൾ നോട്ട്സ് ഒന്ന് കയ്യിൽ കരുതിയിരിക്കുക. അശ്വതി മിസ് അല്ലെങ്കിൽ ഞാൻ ആയിരിക്കും കയറുക. ഓക്കെ, അപ്പൊ ആ ഒരു എന്താണ് ആംബുലൻസ് സർവീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആംബുലൻസ് സർവീസിന്റെ നോട്ട്സ് ഒന്ന് കരുതിയേക്കാം. 28 ആണ് നിങ്ങളുടെ കിടക്കുന്ന ചാപ്റ്റർ നമ്പർ. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് നമുക്ക് നാളെ എനിക്ക് കയറാൻ പറ്റില്ലെങ്കിൽ പിന്നെ എനിക്ക് അടുത്ത ആഴ്ചയിലെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് പറയാണ്. നാളെ കയറാൻ പറ്റിയില്ല, ഇൻകേസ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഉണ്ടാവില്ല, നെക്സ്റ്റ് വീക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഓണം കഴിഞ്ഞു പോകുമല്ലോ. അപ്പൊ ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നാളെ മിസ്സില്ല, പകരം ഞാൻ ചിലപ്പോ കയറും. അല്ല, അങ്ങനെയാണെങ്കിൽ ആംബുലൻസ് സർവീസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അതിന്റെ നോട്ട്സ് കയ്യിൽ കരുതിയേക്കാം. ഓക്കെ, അശ്വതി മിസ്സിന് ഒന്നും പറ്റിയിട്ടല്ല കേട്ടോ. മിസ്സിന് നമ്മുടെ പോർഷൻസ് തീരാൻ വേണ്ടിയിട്ട് അങ്ങനെ ടീച്ചേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. നമ്മുടെ എക്സാംസിന്റെ ഡേറ്റ് ഒക്കെ ഒരു 3 മാസമൊക്കെ ആവാറായല്ലോ. അപ്പൊ അതിനനുസരിച്ച് പോർഷൻസ് നേരത്തെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ പോർഷൻസ് തീരാത്തവർ അങ്ങനെ കയറിയെടുത്ത് നമ്മുടെ പോർഷൻസ് മാക്സിമം തീർക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് കയറുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, miss.